കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ ഉപവാസത്തിന്റെ 11ാം ദിവസവും പകൽക്കാലശേഷം ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഈ ആലയത്തിൽ ഇത്രയും സന്തോഷത്തോടെ വിശാലമായി ആരാധിക്കുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം പ്രിയ ബ്രദറിന്റെ ഭവനത്തിൽ വളരെ അനുഗ്രഹമായ ഭവനത്തിൽ അവിടെ കൊള്ളുന്ന ആൾക്കാരെ ദൈവം അയച്ചു. ആ സ്ഥലത്തിനനുസരിച്ച് നിറയത്തക്കവണ്ണമുള്ള ആൾക്കാരെ ഇന്ന് ഈ ആലയത്തില് അവസ്ഥയെടുക്കുന്ന ദൈവം അയച്ചിരിക്കുകയാണ്. കർത്താവിന് എല്ലാം ഭംഗിയായും കർത്താവിന് വളരെ പറയുന്ന സകലവും നന്നായി ചെയ്യും. അതുകൊണ്ട് നന്നായി ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം കടന്നത്. ഈ വാസത്തിന് 11ാം ദിവസത്തിൽ സന്തോഷത്തോടെ ഇസ്രായേൽ ആർക്കു വിളിച്ചപ്പോൾ ശത്രു കെട്ടി എരികോ മതിലെന്ത് ചെയ്തു? ഇടിഞ്ഞ് തകർന്നു. അവർ 7 പ്രാവശ്യം കാകളൂതി 6 വലത് വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? എരികോ മതില് ഇടിഞ്ഞു തകർന്നു. ഇന്ന് രാത്രി കാലം നാം കർത്താവിന്റെ പാദമെടുത്തിരിക്കുമ്പോൾ ദൈവിക വേലയ്ക്കെതിരെ സാത്താൻ കിട്ടുന്ന കോട്ടകളെല്ലാം ഇടിഞ്ഞു തകരണം. ഒന്നാമത് കോട്ട നമ്മുടെ ആരാധനയെ തട്ടുന്ന കോട്ടയായിരുന്നു. ആരാധിക്കാതിരിക്കാൻ കയ്യേയും കാലും എത്തിക്കുന്ന കോട്ടയാണ്. ആരാധിക്കാതിരിക്കാൻ മനസ്സിനെ കെട്ടുന്ന കോട്ടകളുണ്ട്. ആരാധനയിൽ നിന്നും ശുശ്രൂഷയെ അനുഭവിക്കാതിരിക്കാൻ മനസ്സിന്റെ ഏകാഗ്രതയെ മാറ്റിക്കൊണ്ടുവന്ന കോട്ടകളുണ്ട്. ആ കോട്ടകളെല്ലാം ഇന്ന് രാത്രി കാലം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരു വേദഭാഗം ചിന്തകൾക്കായി വായിക്കാം. അതിലേക്കായി 34 സങ്കീർത്തനങ്ങൾ അതിലെ 17ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കേൾക്കപ്പെട്ട വചനത്തിൽ കേൾപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ ചെയ്യും, യേശുവിന്റെ രക്തത്താൽ എല്ലാവരും സ്തോത്രം ചെയ്താണ്. എല്ലാവരും സൂചിച്ചാണ്. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം കടന്നു. യേശുവിന്റെ രക്തത്താൽ ചെയ്യും, യേശുവിന്റെ രക്തത്താൽ ചെയ്യും, യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ദൈവത്തിന്റെ അഭിഷേകമില്ലാത്ത ജീവിതങ്ങളെ രാത്രികാലം വലിയൊരു അഭിഷേകത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ, ആത്മാവിന്റെ പ്രഭാവനത്താൽ നിറയേണ്ടവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിറയപ്പെടുവാൻ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. വാഴ്ത്തി ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയങ്ങളെ കണ്ട് സംസാരിക്കണമേ. ശുശ്രൂഷിപ്പാൻ അധികാരപ്പെടുന്നു. എന്റെ മഹത്വത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കണം. സൈന്യത്തിന്റെ ബുദ്ധികളെല്ലാം മാറി നിൽക്കണം. ആത്മാവിന്റെ മഹത്വമായി വെളിപ്പെടണം. ആദ്യോടൊന്നും നിന്റെ മഹത്വം വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ഉള്ള നാമത്തിൽ വായിച്ച വചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ സ്വത്രം നീതിമാന്റെ വായിച്ചേട്ടെ. ആ ഭാഗം വായിച്ചേട്ടെ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ അവരെ വിടുവിച്ചു. ദൈവത്തിനുള്ളവരാണ് നീതിമാന്മാർ. ദൈവത്തിനുള്ളവർ ദൈവത്തിന്റെ പദപീഠത്തിലിരുന്ന് ദൈവത്തോട് തങ്ങളുടെ യജമാനോട്, ആ വീണ്ടെടുപ്പുകാരനോട്, ആ വീണ്ടെടുത്ത രക്ഷയുടെ സന്തോഷത്താൽ വിഷയങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നവനാണ് ദൈവവൈതൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ. അപ്പൊ ആരുടെ നിലവിളിയെ ദൈവം കേൾക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവകൃപയിൽ നിന്ന് ദൈവത്തിന്റെ വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവമായ നിലവിളിയാ ദൈവം കേൾക്കുന്നത്. സ്തോത്രം.
പലരും പലപ്പോഴും നിലവിളിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി. മനുഷ്യരോട് ചിലർ നിലവിളിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ആരോടെ നിലവിളിക്കാൻ വ്യവസ്ഥയുള്ളൂ? ദൈവത്തോട് നിലവിളിക്കാൻ വ്യവസ്ഥയുള്ളൂ. ആ 37 സങ്കീർത്തന അതിലെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, അബീമേലെക്ക് രാജാവിന് മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് രക്ഷപ്പെട്ടപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം അല്ലേ? ഫെലിസ്ത്യർ തന്നെ കൊല്ലും എന്ന് കണ്ട് താൻ ഫെലിസ്ത്യരുടെ കൈകളിൽ അകപ്പെട്ടപ്പോൾ തന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ തൈലം തനിക്ക് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഭ്രാന്തനായി നടിച്ച് രക്ഷപ്പെടാൻ ഒരു ആലോചന കൊടുത്തപ്പോൾ അവൻ തിരിയെല്ലാം കടിച്ചു പൊട്ടിച്ച് ഭ്രാന്തനായി തുള്ളുമ്പോൾ ഈ ഫെലിസ്ത്യരെ പിടിച്ചു കെട്ടി അബീമേലെക്ക് രാജാവ് മുമ്പിൽ കൊണ്ട് ചെന്നപ്പോൾ രാജാവ് ഈ കൊണ്ടുവന്ന പുള്ളികളെ നോക്കി ചിരിച്ചു. കാര്യം എന്തുവാ? ഒരു പ്രാർത്ഥന പിടിച്ചോണ്ട് വരുന്നൊക്കെ ഇവരെക്കാളും വലിയ പ്രാന്തന്മാരായി പോയതെന്ന് ഓർത്ത് പുള്ളിയുടെ ആലോചന പറയുന്നുണ്ട്. എന്താ, നമ്മുടെ രാജ്യത്ത് പ്രാന്തന്മാരില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഒറ്റ വാക്കിൽ ദാവീദ് രക്ഷപ്പെട്ടപ്പോൾ തന്നെ രക്ഷിച്ച ദൈവത്തെ താൻ സ്തുതിച്ചു. 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഉറങ്ങാനല്ല, ആണോ? 21 ദിവസം ദൈവസന്നിധിയിൽ കടന്നു വന്ന് രാത്രിയിലും പകലിലും ദൈവപാദപീഠത്തിലിരുന്ന് ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് യാചിക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ഇവിടെയൊക്കെ കേരളത്തിൽ ചില സെക്രട്ടേറിയറ്റ് കടയില് ശമ്പള വർധന കിട്ടാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഈ ഗ്രാഫിന്താവ 10 ദിവസം ഉപവാസം കൊണ്ടുണ്ടാക്കി. ചിലര് മരിക്കും വരെ ഉപവാസം കൊണ്ടുണ്ടൊക്കെ കിടക്കും. അവരെയൊക്കെ രാത്രിയിൽ വലിയ നീളമുള്ള ലൈറ്റിനകത്ത് പുട്ടും ഏത്തൊക്കെ കയറ്റിക്കൊണ്ട് ആളുകൾ കാണാൻ ചെല്ലുന്നു. സ്വത്രം അല്ല, നിരാകാരം കേട്ടോ, സ്വത്രം. അവർ രാത്രി മുഴുവനും ഇതെല്ലാം അടിച്ചുകൊണ്ട് പകൽ മുഴുവനും ഒറ്റ കിടപ്പ, ക്ഷീണം തീർക്കുക. സ്വത്രം. എന്തായാലും പെട്ടെന്ന് സർക്കാർ വിളിച്ചു കൂട്ടി അവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ചു. ഓഹോ, റെഡി. സ്വത്രം. അവരുടെ നിരാകാരം അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനുഷ്യൻ സർക്കാരിന്റെ മുമ്പിൽ നിരാകാരം കിടന്ന് കാര്യങ്ങൾ നേടുന്നു. നമ്മൾ ഏത് സർക്കാരിന്റെ മുമ്പിലാണ് കിടക്കുന്നത്? സ്വർഗീയ സർക്കാരിന്റെ മുമ്പിൽ കിടക്കുക. 21 ദിവസം കവന്ന് വീട് കിടക്കുക. എന്തിനാ? സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം വിഷയങ്ങളെ മേൽ ചലിക്കാൻ, ദൈവത്തിന്റെ കരം കുടുംബങ്ങളെ മേൽ ചലിക്കാൻ, ദൈവത്തിന്റെ കരം ദേശത്ത് ചലിക്കുവാൻ, ദൈവത്തിന്റെ കരം സഭയുടെ ആവശ്യത്തിന്മേൽ ചലിക്കാൻ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളിൽ ചലിക്കാൻ, നിങ്ങളുടെ പഠന മണ്ഡലങ്ങളിൽ ചലിക്കുവാൻ, നിങ്ങളുടെ കുടുംബതലങ്ങളിൽ ചലിക്കുവാൻ, നിങ്ങളുടെ തലമുറകളിൽ ചലിക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ചലിക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ, രോഗങ്ങൾ മാറാൻ, ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ, അന്യഭാഷ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ നിറയുവാൻ, കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്ത ഭാര്യ പ്രാർത്ഥിക്കുക ഭർത്താവിനെ കൊണ്ടുവരാൻ, ഭർത്താവ് പ്രാർത്ഥിക്കുക ഭാര്യയെ കൊണ്ടുവരാൻ, അത് ചില മക്കൾ ഒഴിവിക്കപ്പെടാൻ, ചിലർക്ക് വേണ്ടി ഒഴിക്കപ്പെടുവാൻ, ചില കുടുംബങ്ങളിൽ ഭിന്നതകൾ മാറാൻ. സ്വത്രം. ഹല്ലേലൂയ. ഒക്കെ ഹല്ലേലൂയ. ഓരോരുത്തരും ഒരു ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് ദിവസത്തിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലിയിലുള്ള മാറ്റത്തിന് വേണ്ടി സ്വത്രം. ചിലത് എഴുതാൻ വേണ്ടി, ചിലത് പഠിക്കാൻ വേണ്ടി, ചിലത് പ്രമോഷൻ കണ്ടുകൊണ്ട്, ചില ആവശ്യങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ ചില ആവശ്യങ്ങൾ പറഞ്ഞ് മുന്നിൽ വെച്ചുകൊണ്ട്, ചില ഭവനങ്ങൾക്ക് വേണ്ടി, ഭവനം വാങ്ങുന്നതിന് വേണ്ടി ഹല്ലേലൂയ പല ആവശ്യങ്ങളുണ്ട്. ആലയത്തിന്റെ വാങ്ങുന്നതിന് വേണ്ടി, ആലയം അവകാശമാക്കി അതിന്റെ പണം ദൈവം തരേണ്ടതിന് വേണ്ടി, അതിനുള്ള അവസരങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് രേഖകൾ കൈമാറുന്നതിന് വേണ്ടി ഇതെല്ലാം ദൈവസ്ഥലിൽ വെച്ച് ഹല്ലേലൂയ ആവശ്യങ്ങളോട് പ്രാർത്ഥിക്കുക. ആകയാൽ സ്വത്രം. ഹല്ലേലൂയ. നിന്റെ ആശയുടെ പ്രത്യാശ അവൻ ഭംഗം വരുത്തുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വത്രം. നീതിമാന്റെ നിലവിളി ആര് കേട്ടു? യഹോവ കേട്ടു. എന്നിട്ടാണ് വായിക്കുന്നത് എന്തുവാ? സകല കക്ഷങ്ങളിലും അവൻ നിന്റെ വിഷയം എന്ത് തന്നെയായിരുന്നാൽ ആ വിഷയത്തിന്റെ പേര് ദൈവത്തിന്റെ പ്രവൃത്തി. മത്തായി 18:19 വായിച്ചു. സ്വന്തം ഉറക്കെ വായിച്ചാട്ടെ. മത്തായി 18:19. സ്വന്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കരുത്.
മത്തായി 18:19. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യവെച്ചപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഐക്യമത്യപ്പെട്ട. നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ എല്ലാവരും ഒരുപോലെ ഐക്യതയോടെ, ആലയമാകുന്ന വിഷയമാണെങ്കിൽ പലർക്കും പല അഭിപ്രായമാകരുത്, എല്ലാവരും ഒരേ വിഷയത്തിന് വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കണം. സ്തോത്രം അല്ലേ? അങ്ങനല്ലേ ചെയ്യണ്ടേ? അല്ലാതെ ആലയമാകുന്നെങ്കിൽ ഭാഷക്കാം നമുക്കെന്തുവാ എന്ന് പറഞ്ഞൊരു 10 അതിനകത്ത് ഉണ്ടെങ്കിൽ സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലുണ്ടോ? അല്ലേ? ചിലര് ആലയം പ്രാർത്ഥിക്കാനോ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ പിരിവനൊന്നും പറയരുത് സ്തോത്രം എന്ന് പറയുന്നത്. ദൈവസന്നിധി പറയട്ടെ, ഒരു വിഷയത്തിന് വേണ്ടി ഇടപെടുമ്പോൾ എല്ലാവരും ഒരു കൈ കോർത്ത് പിടിച്ചു ഐക്യമത്യപ്പെട്ട, അതാണ് വായിച്ചത്. ഐക്യമുണ്ടെന്ന് ശത്രുവിന്റെ കോട്ട പൊളിയും. യേശുവിന്റെ നാമത്തിൽ നന്മകൾ ഒരുങ്ങാതെ, ആവശ്യങ്ങൾ ഒരുങ്ങാതെ, ഒരുങ്ങുന്നതിനെ തടയാൻ നിൽക്കുന്ന ജനങ്ങളെ മാറ്റിത്തിരിക്കുവാൻ, ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, ചിന്തിപ്പിക്കാൻ നിൽക്കുന്ന സർക്കാരിന്റെ കോട്ടകൾ തകർക്കുന്നതാണ് ദൈവത്തിന്റെ ഐക്യമത്യപ്പെട്ട പ്രാർത്ഥന. അതുകൊണ്ട് ജനം ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിന്റെ വിടുതൽ കാണാൻ. അതുകൊണ്ടാണ് വായിച്ചത്, നിങ്ങൾ ഐക്യമത്യപ്പെട്ടാൽ അവിടെ വിടുതല് ഉണ്ട്. ഒരു കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവോട് മത്സരിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥന നടക്കത്തില്ല. ഒരു സഭയ്ക്കകത്ത് 2 മത്സരികളുണ്ടെങ്കിൽ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ തടസ്സമാണ്. സ്വോത്രം. യോശുവയുടെ കൂട്ടത്തിൽ ഒരു ആകാൻ എന്ന കള്ളനുണ്ടായതുകൊണ്ട് യോശുവയും കൂട്ടർക്കും യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്നു. ആ ആകാനെ പിടിച്ച് തകർത്ത് കഴിഞ്ഞപ്പോഴാണ് സ്വോത്രം ആ യോശുവയ്ക്ക് വീണ്ടും വിജയം ഉണ്ടാകാനിടയായത്. ദൈവസന്നിധി പറയട്ടെ, അപ്പൊ ദൈവസന്നിധിയിൽ ഒരു സഭയില് ഒരാള് ഇടർച്ചക്കാരനായി നിന്നാൽ ആ വിഷയത്തിന് വലിയ തടസ്സമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം പാടരുത്, നമ്മുടെ ഹൃദയം നിരാശപ്പെടരുത്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്റെ പ്രത്യാശ കണ്ടുകൊണ്ട് ഐക്യബന്ധപ്പെട്ട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം കാണാനിടയാകും. ഒരിക്കല് ഈ ബ്രസീലുകാര് സ്വോത്രം അവിടെയുള്ള ദൈവമക്കളായ ചില സ്പോർട്സ് ഗെയിംസ് നടത്തുന്നവര് ഇന്ത്യയിൽ വന്നിട്ട് സ്വോത്രം ഇന്ത്യയും ബ്രസീലും കൂടെ കളിച്ചപ്പോൾ അവർ പ്രത്യേക TV കാണിച്ച രംഗമുണ്ട്. ഈ ബ്രസീലിൽ നിന്നുള്ള ദൈവമക്കള് ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസുകാരെ എല്ലാം കൂടെ ആ കളി തുടങ്ങുന്നതിന് മുമ്പ് അവർ ആ ഗ്രൗണ്ടിൽ കരം കോർത്ത് പിടിച്ചു. സ്തോത്രകഥായി ഇന്ത്യയുമായി ഞങ്ങൾ ഏറ്റുമുട്ടുകയാണ്. സ്തോത്രം. ഈ ഗെയിംസില് ഞങ്ങൾക്ക് വിജയം തരണമെന്ന് പറഞ്ഞ് വന്ന ബ്രസീലിൽ നിന്ന് വന്ന ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസിന് വന്നതായ വിദഗ്ധന്മാര് എല്ലാം കൂടെ ഏതാണ്ട് 10-15 പേരുണ്ട്. കരം കോർത്ത് ആ ഗ്രൗണ്ടില്, ആ പ്ലേ ഗ്രൗണ്ടില്, സ്വോത്രം തിരുവനന്തപുരത്തുള്ള പ്ലേ ഗ്രൗണ്ടില് ഈ ബ്രസീലുകാര്, ഇന്ത്യക്കാര്, ഗെയിംസുകാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ സ്വോത്രം ഇവരവിടെ കരം കോർത്ത് പിടിച്ച് ആ ഗ്രൗണ്ടിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു. ആ കണ്ണുനീര് വീഴുന്നതിന് ശേഷം അവരെഴുന്നേറ്റു, ഏറ്റുകൂട്ടി ഗെയിംസിന് ആ പിള്ളേർ സമ്മാനം വാങ്ങിക്കൊണ്ട് പോയി. ഇന്ത്യ മേലോട്ട് വായി നോക്കി കോട്ട് വൈകിട്ട് നോക്ക് ബ്രസീലുകാർ സമ്മാനമായിട്ട് പോയി. സ്വന്തം ഇപ്പൊ ഞങ്ങളത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് വലിയ വിദഗ്ധന്മാർ നിന്നതാണ്. പക്ഷെ ആ വിദഗ്ധന്മാരെല്ലാം മാനുഷിക ബുദ്ധി കളിച്ചു. പക്ഷേ അവരെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് അവർ കൈകോർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് അവർക്ക് കിട്ടുവാനായിരുന്നു. കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം കർത്താവ് പറഞ്ഞതുകൊണ്ട്, മനുഷ്യൻ പറഞ്ഞതല്ല ഇത്, യേശു പറഞ്ഞതാണ്. നിങ്ങളിൽ ഭൂമിയിൽ 2 പേർ ഐക്യബന്ധപ്പെട്ട് യോജിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ ഐക്യബന്ധപ്പെട്ടാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ അപ്പൊ നീതിമാൻ നിലവിളിച്ചാൽ, ഐക്യമത്യത്തോടെ നിലവിളിച്ചാൽ, സ്നേഹത്തിന്റെ ആത്മാവിൽ നിലവിളിച്ചാൽ, സമർപ്പണത്തോടെ നിലവിളിച്ചാൽ, പ്രത്യാശയോടെ നിലവിളിച്ചാൽ, നിരാശ മാറിയിട്ട് പ്രത്യാശ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടും.
അതിലെ 34-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്കുകൾ വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നീതിമാൻ നിലവിളിക്കുമ്പോ മനുഷ്യരല്ല അത് കാണുന്നു, പിന്നെ ആരാ? അതാണ് വായിച്ചത്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കായി തുറന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രിക്കാലം ഇവിടെ വന്നിരുന്ന് ഈ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചന ശുശ്രൂഷകൾ അനുഭവിക്കുമ്പോൾ ഇതിന്റെ നനവിൽ പ്രസാദിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്ന ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം, നിങ്ങളുടെ സമർപ്പണവും വിശ്വാസവും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. അവന്റെ കണ്ണും ചെവിയും നിങ്ങളുടെ നേരെയുണ്ട്. പറയുന്ന അഗ്നിജാലയ്ക്കത്ത കണ്ണുള്ളത്. മുഖം എങ്ങനെയുള്ളതാണ്? സൂര്യകാന്തം പോലെ. സ്തോത്രം. മാനത്ത് പൊൻകച്ച കെട്ടി, കാൽപാദങ്ങൾ വെള്ളോടിന് സദൃശവും, കരം പത്മരാഗത്തിന് തുല്യവും. സ്തോത്രം. ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിന് പോലെയും, മുടിയോ ഹിമം പോലെ വെളുത്തതും. സ്തോത്രം. ആയ ഹല്ലേലൂയ. നിലയങ്കി ശുഭ്രവസ്ത്രധാരിയും ആയവൻ പത്മോസിൽ യോഹന്നാൻ വെളിപ്പെട്ട ആ തിരുമഹത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഇറച്ചി കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണുകയില്ല, നിന്റെ ഹൃദയത്തിന്റെ അകം കൊണ്ടുകൊണ്ട് ദൈവത്തെ നോക്കണം. അകമേയുള്ള കണ്ണുകൾ തുറക്കണം. വിശ്വാസത്തിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. പുറമേയുള്ള കണ്ണുകൾ അടഞ്ഞാൽ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. എങ്ങനെ തുറക്കണം? വചനത്താൽ തുറക്കണം, അവന്റെ രക്ഷയാൽ തുറക്കണം, അവന്റെ അഭിഷേകത്താൽ തുറക്കണം, വിശ്വാസത്താൽ തുറക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആ അകമേലുള്ള കണ്ണുകൊണ്ട് അവന്റെ മഹത്വം കാണാൻ കഴിയും. അതവിടെ വായിച്ചത്. അവൻ നമ്മെ കാണുന്നു, നമ്മുടെ നിലവിളി കേൾക്കുന്നു. സ്തോത്രം. അതവിടെ വായിച്ചത്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. വേദപുസ്തകത്തിൽ നിലവിളിച്ച ഒരു സഹോദരിയുണ്ട്, ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഒന്നിശോയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-11 ഭാഗങ്ങൾ വായിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. കണ്ടോ? സ്തോത്രം. അവൾ കരയുക മാത്രമല്ല, അവൾ ദേവാലയത്തിൽ വെച്ചൊരു നേർച്ച നേർന്നു. അവളൊരു തീരുമാനമെടുത്തു. നമ്മളൊക്കെ തീരുമാനമെടുക്കും, പക്ഷെ സമയമാകുമ്പോൾ ചില തീരുമാനങ്ങളൊക്കെ മാറിക്കളയും. സ്തോത്രം. അന്ന് പറഞ്ഞതൊക്കെ ശരിയാ, ഇപ്പൊ എനിക്ക് അതുപോലെ മനസ്സിലായി. അതൊക്കെ തീരുമാനമാണ് അല്ലേ? അന്ന് പറഞ്ഞത് ശരിയാ, ഇപ്പൊ അതുപോലെ നടക്കത്തില്ല. സ്തോത്രം. 5-6 നടത്തിക്ക് വിട്ടു. സ്തോത്രം. പ്രൈസലോട്. ഹല്ലേലൂയ. എന്തിനാ ഈ ഹന്ന വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞത്? സ്തോത്രം. അവിടെ വന്ന അദ്ദേഹത്തെ വായിക്കും. അവിടെ പ്രതിയോടി മുഷിപ്പിച്ചു, അവളെ വളരെ കരയിപ്പിച്ചു. അവിടെ പ്രതിയോഗി ആരെന്നാണ് വായിക്കുന്നത്? പെരീന. എന്താ ന്യായ? അങ്ങനെയുള്ള പേരുകാരുടെ കൂടെ കൊണ്ടോ? പെരീന. ഈ പെരീന ആരായിരുന്നു? എൽക്കാനയുടെ ഒരു ഭാര്യയായി. ഇവൾക്ക് എത്ര മക്കളുണ്ട്? 10 മക്കളുണ്ട്. ഇവൾക്ക് ഭയങ്കര അസൂയ ആരോട്? അന്നയോട്. എന്താ കാര്യം? സ്വത്രം. ഇവൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരുടായിരുന്നു? അന്നയോട്. ചില സഹോദരിമാർ പറയുന്നത്, ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഈ മനുഷ്യൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്താണെന്നറിയുന്നത്? പട്ടുസാരി വാങ്ങിച്ചു കൊടുക്കാത്ത തലേദിവസം എല്ലാം മാറ്റങ്ങൾ കൊടുത്ത് എല്ലാം തിന്നു, എല്ലാം കൊടുത്തു. പിറ്റേന്ന് പറയാം ഇയാൾക്ക് എന്നോടൊരു സ്നേഹവും. അപ്പോഴാ പുള്ളി പറയും, നിനക്കും എന്നോടൊരു സ്നേഹവും ഇല്ല. കൂട്ട വേളമായി. സ്വന്തം പൈസളോ ചെറുക്ക പറഞ്ഞത് മാറ്റിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു സ്നേഹവും ഇല്ല. അവര് നെഞ്ചത്തിരിച്ച് കരി എനിക്ക് കിട്ടണേന്ന് പറയും. പിള്ളേരെക്കാളും കഷ്ടമായിട്ടുള്ള ഒരു സ്വത്രം പുല്ലേരിയ സ്വത്രം കർത്താവിന് മേടിച്ച് കാര്യം നിലവിളിച്ച് ഇയാൾ എന്തിനാ ഞാൻ കെട്ടിയത് കോന്തന്നൊക്കെ പറഞ്ഞു. സ്വത്രം പുല്ലേരിയ സ്വത്രം പറയാൻ നാവുകൊണ്ട് പറഞ്ഞ ഏക്ക എന്തെല്ലാമാണെന്ന് അറിയുന്ന കേൾക്കുന്നത്. പ്രൈസലോട് ഹല്ലേലൂയ. ഇവിടെ നോക്ക്,
ഈ എൽക്കാന ഇവൾക്ക് മക്കളില്ലെങ്കിലും ഇവളെ വളരെ സ്നേഹിച്ചത് അവൾക്ക് ഇഷ്ടമാണ്. അവളുടെ ഹൃദയം മുഴുവൻ അസൂയയിരിക്കുക. ഈ അസൂയ ഹല്ലേലൂയ ഇല്ലാത്ത ആരും ഉണ്ട്. സ്വതന്ത്രം അസൂയ ഇല്ലാത്ത ആരും ഉണ്ട്. അതുകൊണ്ട് ആരും ഉണ്ട്. ഹല്ലേലൂയ. അസൂയ കൊല്ലിക്ക് വന്ന അസൂയ എന്ന വിഷം, അതിന് ചികിത്സിച്ചാൽ മരുന്നില്ല. ഡോക്ടർമാരടുത്ത് ചെന്നാൽ മരുന്നില്ല. ഇല്ലേ? നേഴ്സ് എന്റെ അസൂയക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന പറഞ്ഞാൽ സ്വന്തം നേഴ്സും പറയാം അതിനുള്ള ഇഞ്ചക്ഷൻ ഇല്ലെന്നോ. ഇല്ലയോ? ഹല്ലേലൂയ. വിഷമിക്കും ഇങ്ങനെയുള്ള അസുഖമുള്ളവര് സ്വതന്ത്രം. എന്നാൽ ഈ പെരിനേക്ക് മഹാസൂയക്കാരിയായി എൽക്കാനില്ലാതെ സമയം നോക്കി ഉപായേന ചക്കരവാക്കും പറഞ്ഞവൾ അകത്ത് ചെന്നു. സ്വതന്ത്രം. ഈ പെരിന എന്ത് ചെയ്യുന്നറിയാമോ? അന്നയ്ക്കിട്ട് നല്ല 4 കയറ്റ കൂടും. നല്ല 4 ആരുടെ വർത്തമാൻ മക്കളില്ലാത്തവളെ പച്ചിയെ വിളിച്ച് പരിഹസിച്ചു, അവളെ കരയിച്ചു. പക്ഷേ അന്നയോ തിരിച്ചു വരും മറുപടി പറഞ്ഞു. നിങ്ങളായിരുന്നല്ലോ എന്നെ 1 പറഞ്ഞെങ്കിൽ ഞാൻ 2 പറയും, 2 പറഞ്ഞാൽ ഞാൻ 5 പറയും. അതാ നല്ല കൃപയാണ്. അച്ചാരെന്ന് പറയുമ്പോ അമ്മാമ അച്ചാരെന്ന് പറഞ്ഞാൽ അമ്മാമ 5 പറയും. കാര്യം 5 പറയും. എന്റെ ഡിപ്പാഞ്ച് സാല കിടക്കണമെന്ന് ഓർത്തോ. കയറ്റി ഞാൻ അങ്ങ് വിടുവെന്ന് പറഞ്ഞു. അതിന്റെ അച്ചാരതോടെ കൊടുക്കും. പറയട്ടെ, ചില സൗകര്യമായ പുരുഷന്മാരെ വരുത്തുന്നതാണ്. സ്വത്രം എന്റെ ഡിപ്പാഞ്ച് സാല കിടക്കണമെന്ന് ഓർത്തോണം. പ്രൈസലോട് ഞാൻ കയറ്റി വിടുവോ. ഹാലേലുയ. സ്വത്രം. അതുകൊണ്ട് ചിലർ പിന്നെ മിണ്ടത്തില്ല. പ്രൈസലോട് ഹാലേലുയ. സ്വത്രം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എങ്ങനെ ഏതുപോലെ ക്രിസ്തുവിന് സഭ കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. ഇന്ന് ചിലയിടത്തൊക്കെ ചെന്നാൽ കാണാം കൈ കൊണ്ട് നിൽക്കുന്നത്. സ്വത്രം. ഭയങ്കര കീഴ്പ്പെടുത്തലുകളാണ്. കീഴ്പ്പെടുത്തും ഇല്ല. ഭർത്താവ് എനിക്ക് കീഴടക്കണമെന്ന് പറഞ്ഞ കരുതല്. സ്വത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ സംസ്കാരത്തിന് വിട്ട് വേറെ സംസ്കാരത്തിലേക്ക് പോകരുത്. ഈ ലോകത്തിന്റെ ഇവിടെയൊക്കെ ഈ രാജ്യത്ത് നോക്കാമെങ്കിൽ ആവശ്യമില്ലാത്ത സംസ്കാരങ്ങളുണ്ട്. ഇവിടെയൊക്കെ പുരുഷന്മാരെ കാലുമടക്കി അടിച്ചിട്ട് മതാമര പാട്ടിന് പോകും, സായിപ്പിന്റെ പാട്ടിന് പോകും, കറുപ്പിന്റെ പാട്ടിന് പോകും, കർമ്മന്റെ പാട്ടിന് പോകും. ഇന്ത്യക്കാരും കൂടെ കേരളക്കാരിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമടക്കി അടിച്ചിട്ട് പോയാൽ തമ്പുരാൻ വിടത്തില്ല. സ്വത്രം. ആദ്യം ദൈവത്തെ സേവിക്കുന്നതിന് സേവിക്കാത്തവർ വ്യത്യാസമുണ്ട്. ആദ്യം നോക്കൂ, ഇവിടെ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമുടക്കി അടിച്ച് സ്വതന്ത്രം പിള്ളേരെ അടിച്ച് കളഞ്ഞിട്ട് ഒരേ പട്ടി ആന പോലത്തെ കടുവ പോലത്തെ പട്ടികളെ ചുമന്നുകൊണ്ട് നടക്കുക. സ്വതന്ത്രം. ഓരോന്നിനും പട്ടിയുടെ പറയാൻ നടക്കുക. തമ്പുരാൻ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം പട്ടിയുടെ പറയുന്നു. കർത്താവ് എന്നാൽ നിന്റെയൊക്കെ നാട്ടിൽ എന്റെ ജനത്തെ കൊണ്ട് ഞാൻ ആരാധിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നു. അതിനുള്ള ഞങ്ങളെപ്പോഴും അയച്ചത്. സ്വതന്ത്രം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ ദൈവം സ്വർഗ്ഗത്തിൽ നോക്കി. അപ്പോൾ ഇവിടെ എല്ലാം പട്ടിയുടെ പറയാനാണ്. സ്വതന്ത്രം. എന്നാൽ കർത്താവിന്റെ ജനത്തെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് സ്വതന്ത്രം. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറിന്റെ ഹൃദയത്തിന് ദൈവപ്രവൃത്തി അയച്ച് ടോണി ബ്ലെയർ അനുവാദം തന്നിട്ട് എല്ലാ നേഴ്സസ് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഭർത്താക്കന്മാര് ഭാര്യമാര് വരാൻ തുടങ്ങി. ഉപദേശിമാര് വരാൻ തുടങ്ങി. സഭകൾ വരികാൻ തുടങ്ങി. സ്വതന്ത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ UK അങ്ങനെ എല്ലാ മൂലകളിലും ഇന്ന് സഭകൾ നിറയാൻ തുടങ്ങി. കാര്യം എന്തുവാ? സ്വതന്ത്രം. ഇവിടെ ഉള്ളതെല്ലാം പട്ടിയും പൂച്ചയും കൊണ്ട് നടക്കുമ്പോ നമുക്ക് യേശു ക്രിസ്തുവിന്റെ പിറകെ വരുവാനും കർത്താവിനെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വതന്ത്രം. ഹല്ലേലൂയ. ദൈവത്തെ നിലവിളിക്കുന്നതായ ദൈവപൈതലിന് പ്രതികാരമില്ല. കണ്ടോ? ഹന്ന പ്രതികരിച്ചോ? ഇല്ല. പിശാചിനൊരു ആഗ്രഹം ഹന്നയുടെ മേലുള്ള ദൈവിക വാഗ്ദത്തവും കൃപാവരങ്ങളെ നശിപ്പിക്കും. അവളൊരു പ്രവാചകിയാണ്. അവളുടെ മേലൊരു അഭിഷേകമുണ്ട്. അവൾ ഫലമുള്ളിടത്ത് ഏറുവരും. ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ ശത്രു നിന്നെ എറിയും. സ്വതന്ത്രം. ഹല്ലേലൂയ. ക്രിസ്തു നിന്നിലില്ല എങ്കിൽ ആരും നിന്നെ എറിയത്തില്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്നിൽ ഉണ്ടെങ്കിൽ ശക്തമായി ഏറുവരും. ഞാൻ വിശ്വാസത്തിൽ 8 മക്കളിൽ 8ാമനായ എന്നെ ദൈവം ഏകനായി വിളിച്ചിറക്കും. സ്വതന്ത്രം. വലിയ നായരാകുന്നുണ്ട്. നായര കമ്പി കയറിയിരുന്നു. ആ 8ാമൻ ഏറ്റവും ഇളയവനായ എന്നെ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൽ ജോലി ചെയ്ത് ആ ജോലിയിൽ വെച്ച് രഞ്ജന സൂചന പറഞ്ഞ പുള്ളിയെ കസേരക്ക് അടിക്കാൻ ആ ഓഫീസിൽ വെച്ച് പോയ എന്നെ കർത്താവ് വേദോസം എടുപ്പിച്ചു. സ്വതന്ത്രം. അനുഭവത്തിന്റെ തിരിച്ചുകൂടെ
ആ യാക്കോബായ വ്യത്യാസം വിളിച്ച് ആരെ ഒരു ഭാഷ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കൊണ്ട് വിശ്വാസം വന്ന ആ എഞ്ചിനീയർ എന്നോട് സുവിശേഷം പറഞ്ഞ് എന്നോട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ ആ പുള്ളിയെ ഉപദ്രവിക്കാൻ പോയി എന്നെ കർത്താവ് ഈ പുസ്തകം പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്തു കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരും NSSകാരും RSSകാരും എന്റെ സഹോദരങ്ങളും എല്ലാം എനിക്കെതിരായി. അപ്പോഴാ എന്നെ വിളിച്ചവന്റെ ഭാഗത്ത് എനിക്ക് മനസ്സിലായത്. എല്ലാവരും നിനക്ക് എതിരാകുമ്പോൾ നിന്നെ വിളിച്ചവൻ നിന്നോടുകൂടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ദൈവമായ നിലവിളി മനുഷ്യനല്ല കേൾക്കുന്നത്, പ്രതികാരം പ്രതികരിക്കുന്നവർ നമുക്ക് വന്നേക്കാം, പക്ഷെ മൗനമായി ഇരുന്ന് കൊള്ളണം. കണ്ണ കണ്ടോ സ്തോത്രം. അവളിലുള്ള ദൈവക്രമം നഷ്ടപ്പെടുത്തേണ്ടതിന് അവളെ പുച്ഛിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ അവൾ പ്രവാചികയായതുകൊണ്ട് ഇവളിൽ നിന്ന് വരുന്ന വാക്കുകൾ സാത്താനിൽ നിന്ന് വരുന്നത് നമുക്ക് മനസ്സിലായപ്പോൾ അവൾ ദൈവസേനയ്ക്ക് അവന്നുകൊണ്ട് കരഞ്ഞു. ഓർത്തോളം കേട്ടോ. ഉപവാസം തീരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചിലരെ പൊക്കിക്കളയുന്നത് സ്വന്തം. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് നിസ്സാര വിഷയത്തിൽ എന്ത് ചെയ്തത് ഉപവാസപ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഉപവാസപ്രാർത്ഥന ചെയ്യുമ്പോൾ എന്നെ കാണില്ല. ഈ എത്തി സ്വത്രം ഉച്ചൂഞ്ഞനെ കാണുന്നില്ല, തോമാരെ കാണുന്നില്ല, തങ്കച്ചാനെ കാണുന്നില്ല, സിബിയെ കാണുന്നില്ല, സ്വത്രം അല്ലേ, വത്സമ്മയെ കാണുന്നില്ല, പൊന്നമ്മയെ കാണുന്നില്ല. എന്ത് മത്സരിച്ച് വീട്ടിനകത്ത് കയറി ഇരിക്കുക സ്വത്രം. ഇങ്ങനെ അതെങ്ങനെ എന്നോടായിരുന്നു പറഞ്ഞത്, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും നിസ്സാര വിഷയങ്ങൾ പറഞ്ഞ് ചില സഭകളിൽ ഉപവാസപ്രാർത്ഥന തീരാ സമയമാകുമ്പോൾ കുറെ എണ്ണം പിണങ്ങി കയറി വീട്ടിൽ വിശാലിന് വലിയ സന്തോഷമാണ്. കുറെ എണ്ണത്തിന് അടിച്ച് പിരിച്ച് അങ്ങും ഇഞ്ഞും കൊണ്ട് ഇരുത്തിയാൽ സാത്താൻ ജയിച്ചു. പൈസലോ. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ചിലപ്പോൾ വന്നില്ലെങ്കിൽ ഭാഷ എന്താ വരാത്തതൊക്കെ ചോദിക്കും. നിങ്ങൾ മനപ്പുറം വരാതിരിക്കാൻ ഭാഷ വഴക്ക് പറഞ്ഞിരിക്കും. സ്വോത്രം അവൻ എന്നോട് മാത്രം ഭാഷ പറഞ്ഞു. ഞാൻ ഇനി അതുകൊണ്ട് വരുന്നില്ല. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇനി വരുന്നുള്ളൂ. കയറി അങ്ങ് ഇരുന്നുകളയും. ചെറുത് മത്സരിച്ച് വീട്ടിൽ കയറി ഇരുന്നുകളയും. വെലും പെരുന്നളൊക്കെ കോപം വെച്ചോണ്ട് പെരുക്കി വെച്ചോണ്ടിരിക്കും. സ്വോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ പേരില്ല. സ്വോത്രം. അന്നെ വായി തോന്നിയ മൊത്തം അവൾ വിളിച്ചു പറഞ്ഞു. അന്നയോ ഒരു മറുപടി പറഞ്ഞില്ല. കാര്യം ഹന്നയ്ക്ക് പ്രതികരണമില്ല. ഹന്നയുടെ അഭിഷേകം കീഴ്പ്പെടുവാനും സൗമ്യതയുടെ അഭിഷേകം, താഴ്മയുടെ അഭിഷേകം, പെരിനിക്കൊരു അഭിഷേകമുണ്ട്. പ്രതികരണത്തിന്റെയും അഭിഷേകം. അവർക്ക് ഹല്ലേലൂയ കീഴ്പ്പെടുന്ന സ്വഭാവക്കാരിയല്ല, പരിഹാസി, നിന്ദിക്കുന്നവർ, സ്വത്രം, ഇങ്ങനെയൊക്കെ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാല് ചിലര് പറയാറുണ്ട്, നിനക്ക് നോക്കിക്കൊന്ന് അച്ചായക്ക് വരട്ടെ, അച്ചാനെ ഞാൻ തിരികെ കയറ്റു, നിനക്ക് ഇനി അച്ചാനെ കൊണ്ടാ തരാമോ? ഞാനൊന്നും കിട്ടത്തില്ല, അച്ചാനെ കൊണ്ടുവരിക്കും. ചില പരിപാടി അതാ. അച്ചാൻ വരുമ്പോൾ അച്ചാനെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചാൻ്റെ വാല് തീ കൊടുത്തു. അച്ചാനെ അങ്ങ് പറഞ്ഞ് തിരികെ കയറ്റി വാല് തീ കൊടുത്തു. അച്ചാൻ്റെ വാലും കത്തി പിടിച്ചോണ്ട് ഒരൊറ്റ ചാട്ടമാണ്. സ്വോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. കാര്യം എന്തുവാ? ഇവനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത എന്ത് ചെയ്യും? അവൻ അങ്ങാനി മറ്റേത് എല്ല് കൊണ്ട് സൃഷ്ടിച്ചതാ. അത് നിന്നെ കൊണ്ടേ പോകുന്നുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട സൗകര്യമാരല്ല കേട്ടോ. ഇത് ഈ പരിപാടി കൊണ്ട് നടക്കുന്നവരെയാ പറഞ്ഞത്. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. സ്വോത്രം. അനുതാപത്തെ ഹൃദയമുള്ളവരാ ദൈവത്തിന്റെ മക്കൾ. പെരീന് ഹല്ലെ കുത്തുവാക്ക് പറഞ്ഞ് കന്ന വാവിട്ട് നിലവിളിക്കുക, ഉപവസിച്ച് കരയുകയൊക്കെ ചെയ്യുന്നത് എൽക്കാരം നമ്മൾ കണ്ടപ്പോ എൽക്കാര ചോദിക്കുക, നീ എന്തിനാണ് ഈ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? തിരിച്ചും മറച്ചു വിട്ട് എൽക്കാരം ചോദിച്ചിട്ടും ഹന്ന മറുപടി പറഞ്ഞു. അവസാനം ഹന്നയ്ക്ക് മക്കളില്ലാത്തൊരു കരയാണെന്ന് എൽക്കാരയ്ക്ക് തോന്നിയിട്ട് അവളെ ചക്കരവാക്ക് കൊണ്ട് ആശ്വസിപ്പിക്കുക. എന്തുവാ? 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് എത്രയോ, കാരണം അവളിൽ 10 കിടപ്പുണ്ട്. നീ അതുകൊണ്ട് കരയണ്ട, നിനക്ക് മക്കളില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വോത്രം. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ ഞാൻ നിനക്ക് എത്രയോ ശ്രേഷ്ഠൻ. നോക്കൂ, ആ ഭാര്യയെ ആ ഭർത്താവ് ആശ്വസിപ്പിക്കുക. സ്വോത്രം. ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ വീട്ടിൽ കരയിക്കും. സ്വോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്വോത്രം ഇവിടെ ഹല്ലേലൂയ വളരെ ചക്കര വാക്കുകൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവൾ ആ ആശ്വാസം കേട്ടിട്ട് അവിടെ ഇരുന്നില്ല. അവളെ അവിടെ വായിക്കുന്നു. അവൾ എഴുന്നേറ്റ് ഉപവാസം കഴിഞ്ഞ് ആഹാരം കഴിച്ച് അവൾ ഭർത്താവിനെ ആശ്വസിപ്പിച്ച് ദേവാലയത്തിലൂടെ ഓടിപ്പോയി. ദേവാലയത്തിൽ ചെന്നിരുന്ന് അവൾ നിലവിളിച്ചതാണെന്ന് രാത്രികാലം വായിച്ചു. സ്വോത്രം. ആ ഭാഗങ്ങൾ വായിച്ചാട്ടെ. സ്വോത്ര. 1:10-11. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കും എന്തോ വേണം? കരയണം. എത്ര കരയും? കരച്ചിലുണ്ടോ? പ്രാർത്ഥിക്കുമ്പോ കരച്ചിലുണ്ടോ? ആരാധിക്കുമ്പോ കരച്ചിലുണ്ടോ?
ഓറഞ്ചിന്റെ തൊലി അടിച്ച് കണ്ണിൽ തെറിച്ച് കീറിയ കരി. സ്വത്രം. അല്ലെങ്കിൽ കരച്ചിലില്ല. കണ്ണതിലൂടെ വിതയ്ക്കുന്നവര് ആർപ്പോടെ കൊയ്യും. എങ്ങനെ കൊയ്യും? ആർപ്പോടെ കൊയ്യും. വിതയ്ക്കാത്ത എങ്ങനെ കൊയ്യും? സ്വത്രം. കണ്ണതിലൂടെ ദിവസം ഇരിക്കണം അല്ലേ? മാർത്തയും മറിയയും കരഞ്ഞു, യഹൂദന്മാരും കരഞ്ഞു, യേശു കണ്ണുനീര് വാർത്തു. യേശു എന്തിനാ കരഞ്ഞേ? മാർത്ത എന്തിനാ കരഞ്ഞേ? മറിയ എന്തിനാ കരഞ്ഞേ? സഹോദരൻ മരിച്ചു പോയത്. സ്വത്രം. യേശു എന്തിനാ കരഞ്ഞേ? മാർത്തയും മറിയയും യഹൂദന്മാരും കരഞ്ഞ കണ്ടോ? അല്ല ഞാനും കരഞ്ഞേക്കാം എന്ന് പറഞ്ഞ് കരഞ്ഞാണോ? അല്ല. നാട്ടിലൊക്കെ ഇപ്പോ മരിച്ച വീട്ടിൽ കരയാൻ വേണ്ടി വാടകയ്ക്ക് കാണുന്നത് വീട്ടുകാർ കരയത്തില്ല. സ്വന്തം. ഞാൻ കാണാതെ ചുമ്മാ പറഞ്ഞല്ല. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞ കരയാനായിട്ട് ആൾക്കാരുണ്ട്. വാടകയ്ക്ക് വിളിച്ചാൽ അവർ വരും. സ്വത്രം. അതിൽ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ 650 രൂപയും ഊണും കൊടുത്താൽ മതി. സ്വത്രം. എത്ര കാലങ്ങളും കരഞ്ഞു. കാര്യം വീട്ടുകാർ കരയാൻ അവിടെ ഇല്ല. അവർ അമേരിക്കയിലോ യൂകെയിലോ ഊക്കയിലൊക്കെ ആയിരിക്കും. സ്വത്രം. അതുകൊണ്ട് ഈ കരഞ്ഞിട്ട് അവരായിരിക്കും എടുത്ത് കുഴിച്ചിടുന്നു. സ്വത്രം. അതിനുവേണ്ടി നിർത്തിയിരിക്കുന്ന ഇനിയിപ്പം നമ്മുടെ സഭകളിൽ എനിക്കൊന്ന് കരയാണെന്ന് വിളിക്കണം തോന്നുന്നു. സ്വത്രം. കാര്യം എന്താ? ഇരിക്കുന്ന ആൾക്ക് കരയാനും വയ്യ, പ്രാർത്ഥിക്കാനും വയ്യ, ആരാധിക്കാനും വയ്യ, പ്രാർത്ഥനയ്ക്ക് വരാനും വയ്യ. സ്വത്രം. എന്നാല് ഒരു വിഷയം ഉണ്ടാകട്ടെ, ജോലിയിലോ അല്ലോ ഓടി വരും. അയ്യോ പക്ഷേ പ്രാർത്ഥിക്കണേ, അവിടെ ആകെ കുഴപ്പമാ പറഞ്ഞു കൊടുത്തല്ലോ. സ്വത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഓടി വരും. പ്രശ്നമൊന്നുമില്ല. എനിക്ക് സുഖമായിട്ട് കോഴിക്കാലും കഴിച്ച് വീട്ടിനകത്ത് ഒരു പണ്ടാരം ഉണ്ടല്ലോ, തലയെ കൂടെ വിട്ടാൽ പിന്നെ പോക്ക് തരും. സമയം പോകുന്ന അറിയത്തില്ല. അതിനകത്ത് കയറി ഇവിടെ വന്ന് ഞാനും കുഴഞ്ഞ് കിടക്കുക. സ്വത്രം. ഇത് അതെടുത്തവിടെ മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സമയം പോകുന്നത് നമ്മൾ ഇതിനകത്ത് അങ്ങായാൽ സ്വത്രം. ദിവസം പറയട്ടെ, ഇതൊക്കെ എത്ര ഉണ്ടെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് എന്ത് ചെയ്തിരിക്കണം? പ്രാർത്ഥിക്കണം. സ്വത്രം. ഇപ്പൊ എന്നോട് ചിലർ പറയാം, ഓ ഈ തണുപ്പ് പിടിച്ച് ആരാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഒരു പുള്ളി ചോദിക്കുക, ഇവിടുത്തെ പുള്ളി അല്ല കേട്ടോ. സ്വത്രം. ഒരു ചർച്ചിലൂടെ വന്നപ്പോൾ ഓ നല്ല തണുപ്പ്, ഇപ്പൊ ഉറങ്ങുന്ന സമയം ആരോ വല്ല കഴിച്ചോട്ടൊക്കെ ഉറങ്ങാനാണ് നോക്കുന്നത്. ജോലിയും കഴിഞ്ഞ് ആരായി കുറുക്കും വേദന എടുത്ത് ഈ തണുപ്പ് പിടിച്ച് ഉറക്കം കളഞ്ഞു ആരാ പോകുന്നത്? സ്വത്രം. നമ്മൾ അച്ചായ ഇന്ത്യ കിടന്ന അച്ചായ ഉറക്കം വന്നു ഇല്ല. സ്വത്രം. ഗൾഫിൽ കിടന്നപ്പോൾ ഉറക്കം വന്നോ? ഇല്ല. സൗദി അറേബ്യ കിടന്ന അച്ചായന പോലീസ് എപ്പോഴാണ് നോക്കിക്കൊണ്ടത്? അച്ഛൻ്റെ വീട്ടിൽ ആരാധന. അച്ചാലിങ്ങനെ കിടുകിട വളർച്ച ദൈവത്തെ വിളിക്കുന്നത്. കാര്യം മൊത്തമ കയറിയാൽ പിടികൂടും. സ്വത്രം. ഹല്ലേലൂയ. അവിടെയൊക്കെ ഭയങ്കര ഭക്തി ആരാധനയായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് സവാരായ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പണത്തിന് പറയാ ഓടുക. സ്വത്രം. ഞായറാഴ്ച അച്ഛാ എന്നോട് പറയാം, ഓ ശനി ഞായറും ജോലിക്ക് വരും, ജീവിക്കേണ്ടേ ഭാഷ ആവശ്യമുള്ളത് HSBC കൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറയുക ഇനിയിപ്പോ ശനി ഞായർ പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞ താമസിയാതെ ഇവിടെ സായിപ്പ് നിന്നെ കയറ്റി വിടും. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര ആത്മീയമായിരുന്നു. ഇപ്പൊ പറയാ തണുപ്പല്ലയോ, ആരാധന ഞായറാഴ്ച പോലെ എങ്ങനെ ജീവിക്കും? സ്വത്രം. അവിടെ കടന്നപ്പം മുക്കാ പൈസയ്ക്ക് ജോലിയും ചെയ്ത് കിടുകിട വറുത്തുകൊണ്ട് ആരാധിക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. അന്ന് ഭയങ്കര ആരാധനയും ചാട്ടവും വെള്ളമായിരുന്നു. സ്വത്രം. ഇപ്പോ ഇവിടെ വന്നപ്പോ എല്ലാത്തിനും സ്വാതന്ത്ര്യം. സായിപ്പിന്റെ മുന്നേക്കെ തിന്ന് സുഖമായിട്ട് ഉപവാസം വേണ്ട, പ്രാർത്ഥനയും വേണ്ട, കളിച്ചു കിടക്കുന്നതിന് വീരന്മാരും വീരത്തികളും ഉണ്ട്. സ്വത്രം. ദിവസം പറട്ടെ, എവരെയൊക്കെ ദൈവം തമ്പുരാൻ മുഴങ്കാലും അടക്കിപ്പിച്ചിരുന്നു ഒരു ദിവസം നിലവിളിക്കുന്ന അവസരം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അതിന് മുഴുവനത്തോടെ ദൈവത്തിന് കൊടുത്തേക്കണം. അത് അല്പം പോലും പിടിച്ചു വെക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ടത് അത് മുഴുവനത്തോടെ ദൈവത്തിന് കൊടുക്കണം. ആലയത്തിൽ പോയി അവൾ ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഒത്തിരി പേര് ആൾക്കാരിരിക്കുക. അവൾ വളരെ ബുദ്ധിമുട്ടാണ്. അവൾ ഉറക്കെ പ്രാർത്ഥിച്ചു. അവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയിരിക്കുന്നവർക്ക് ശല്യം ചെയ്യണമെന്ന് കരുതി അവളുടെ വിഷയം ആരും കേൾക്കാതിരിക്കാൻ അവളും ദൈവവുമായി ബന്ധപ്പെട്ടത്. സ്വത്രം. അവൾ ആത്മാവിൽ കരഞ്ഞെന്നാ വായിക്കും. അവൾ ആത്മാവിൽ തീരുമാനമെടുത്തു. ഇങ്ങനെ ഹന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാണ് സംഭവിച്ചത്? അവൾ വായിച്ചാട്ടെ. സ്വത്രം. ഹല്ലേലൂയ. പുരോഹിതൻ നമ്മൾ എന്തുവാ ഈ വിച്ചുമ്പേയും പറയുന്നത് ഇങ്ങനെ നോക്കി. അടുത്ത വായിച്ചാട്ടെ. അനങ്ങിയതല്ലാതെ ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീട് ഇറങ്ങട്ടെ,
അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവചനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീതിസ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിനെ സമാധാനത്തോടെ പോയിക്കൊണ്ട ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഹന്നയുടെ ഈ അതരങ്ങൾ അനങ്ങുന്നതും അവിടെ ശബ്ദം പുറത്തു വരാതായപ്പോ എനിക്ക് ഒരു സംശയം, എന്തുവാ ഇവിടെ എന്തോ വീഞ്ഞോ ചാരായൊക്കെ അടിച്ചോണ്ട് വന്നിരിക്കുക വെച്ചുപേയും പറയാതെ പറഞ്ഞോണ്ട് ഒരു ഊഹാഭോഗത്തിൽ വന്ന് ഈ ആൾക്കാരെ ഇടയിൽ വെച്ച് ഈ ഏലി അവളെ പരിഹസിച്ചു. നിങ്ങളുടെ ഭാഷ നിങ്ങളെ ഇങ്ങനെ ഒന്ന് പരിഹസിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഇതല്ല ഞാൻ വേറെ സമയത്ത് നോക്കട്ടെ അല്ലേ? എന്തെല്ലാം പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞു തുടങ്ങി. പക്ഷെ അവള് പറഞ്ഞ കണ്ടോ, യജമാനെ അങ്ങേക്ക് തെറ്റുപറ്റി. എന്താ? അടിയനെ ഒരു നീചസ്ത്രീയായി കാണരുത്. ഞാൻ ആരാ? മനോവ്യസനമുള്ള, അതാണ് അവള് പറയുന്നത്. ഞാൻ മനവേദനയോട് നടക്കുന്നവൾ. എന്റെ മനവേദന എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് കരയുകയായിരുന്നു. ഞാൻ വീഞ്ഞോ മദ്യോ കുടിക്കുന്നവളല്ല, ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. എന്റെ സങ്കടയാതന ഞാൻ ദൈവത്തോട് അറിയിച്ചു. അടിയൻ പറഞ്ഞ വാക്കുകളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൾ ഈ സത്യസന്ധമായ വാക്ക് പറഞ്ഞിട്ട് അതിനോട് പോലും അവൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഏലിയോട് സംസാരിച്ചത്. ഏലിക്ക് അങ്ങ് ലജ്ജ തോന്നി. ശരി, ഞാനിത് ഏതാത്മാവിലായി പറഞ്ഞു നോക്കൂ. ഏലി കൂടെയും വന്നു പരിശോധന, പുരോഹിതനെ കൂടെ വരെയും അവർക്ക് പരിശോധന. അവളെ ഉടനെ അനുഗ്രഹിച്ചു വിടുകയാണ് ഏലി. അവള് പറഞ്ഞ വാക്കിൽ പോലും ക്ഷമ പറഞ്ഞ് ഏലിയോട് സംസാരിച്ചു. പക്ഷെ ഏലി പറഞ്ഞ വാക്കിന് ഏലി ക്ഷമ പറഞ്ഞില്ല. പകരം അവളെ അനുഗ്രഹിച്ചു വിട്ടു ദൈവം. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുരോഹിതൻ അവളുടെ മനവേദനയും അവളിലുള്ളതായ കാര്യങ്ങളിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ അവളെ സംശയിച്ച് ജനത്തിന്റെ നടുവിൽ വെച്ച് അവളെ പരിഹസിച്ചതിന് ദൈവം ഏലിക്ക് കൊടുത്ത ശിക്ഷയാണ് സ്വന്തം തലമുറകൾ വഴിവഴച്ചു പോകുന്നത് കണ്ട് മരിക്കേണ്ട, നിരാശനായി മരിക്കേണ്ട ഗതികേട് ദൈവം ഏലിക്ക് കൊടുത്തു. അന്നയെ വേദനിപ്പിച്ചത് ആലയത്തിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ വേദന കരഞ്ഞ ഒരു അമ്മയുടെ മുറിവ് കെട്ടേണ്ട പുരോഹിതൻ പകരം അവളെ വീണ്ടും മുറിവ് വെച്ചു കൊടുത്ത് അവളെ ആൾക്കാരെ നടുവിൽ വെച്ച് പരിഹസിച്ചതിന്റെ മേൽ ദൈവം ഏലിക്കൊരു മുറിവ് കൊടുത്തു. സ്വന്തം മക്കൾ വഴിവഴച്ചു പോയി മരിക്കുന്നത് കണ്ട് മരിക്കേണ്ട ഗതികേട് ദൈവം ഏലിക്ക് കൊടുത്തു. ദൈവസന്നിധിയിൽ ശുശ്രൂഷകന്മാരെന്നല്ല വിശ്വാസമില്ല. പുസ്തകമെടുത്തിട്ട് ഇതിന്മേൽ ലംഘനം നടത്തിയ ഈ വചനത്തിന് വിരുദ്ധമായി എന്തൊരു വാളാണ് ഇത്. ശരിക്കും ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിച്ചാൽ അവരവരുടെ പള്ളയെ തന്നെ കയറിക്കൊള്ളും. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ഉപയോഗിക്കേണ്ട പോലെ നിന്ന് ഉപയോഗിക്കാതെ ഇതെടുത്ത് ദുർവിനിയോഗം ചെയ്താൽ ഇത് നമ്മളെ കൊല്ലും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഏലിയുടെ ജീവിതത്തിൽ ഏലിക്ക് വന്നതായത് ഏലിയിൽ ഹല്ലേലൂയ അനുഭവിക്കേണ്ട ഗതികേട് ദൈവം ഏലിക്ക് തന്നെ കൊടുത്തു. ഇന്ന് രാത്രികാലപ്പെട്ട അറിഞ്ഞും അറിയാതെയും ആരെയും വേദനിപ്പിക്കുന്ന അവസ്ഥകൾക്കായിട്ട് ആരും പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ചിലരുടെ ചില ഭാഷന്മാരെ വിഷമിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ഭാഷന്മാര് പറഞ്ഞാൽ അനുസരിക്കുകയില്ല, കേൾക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാട്ടില് രച്ചാനുണ്ട്, ഭാഷ മാറുന്ന സമയമായപ്പോ ഭാഷയോട് മാറുന്നത് കണ്ടപ്പോഴത്തെ ഭാഷ വിളിക്കുക പൊട്ടോ. ഭാഷ വിളിച്ചത് പൊട്ടാൻ. ഭാഷ ഇങ്ങോട്ട് കിട്ടിയത് ഭാഷ അങ്ങോട്ട് കിട്ടുള്ളൂ. അച്ചാൻ പൊട്ടനാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം. ഇങ്ങോട്ട് ഇട്ടിട്ടില്ല, അങ്ങോട്ട് കൊടുത്തു. ഭാഷ പറഞ്ഞു അച്ചായൻ പൊട്ടനാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം. സ്വന്തം ഭാഷ ശേഷം മാറിയെന്ന് പോയി. ഈ അച്ചായനെ 3 വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം മോനെ കുടിയനായി. കുടിച്ചിട്ട് വരുന്നപ്പോൾ ഈ അച്ചാൻ അവൻ്റെ ചുറ്റിക്കൊരണം പോയി. എടുത്തത് ഈ മോൻ നല്ല ആരോഗ്യമുള്ളത് ഒറ്റയാട്ടി അച്ചാൻ്റെ ചെവുകുറ്റിക്ക്
ഈ ചെവിയിലെ ഈ കുരുന്നങ്ങ് പൊട്ടിപ്പോയി, അച്ചായം പൊട്ടനായി. സ്വത്രം ദേവദാസനെ വിളിച്ചത് അവസാനം എന്നെ ഞാനും ഉപവാസപ്പാട്ട് പാഷേ ഇങ്ങോട്ട് കൈ വൈ. എന്തിനാ ഞാൻ കൈ വയ്ക്കാം? അച്ഛനെ ചെവി ഇരിക്കുന്ന അടുത്തോട്ട് പോവാ. സ്വത്രം നമ്മൾ എന്തിനാ അച്ഛാ ചെവി കേൾക്കുന്നില്ല? എന്ത് പറ്റി? അത് പാഷ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടും. സ്വത്രം വെളിപ്പെട്ട പറഞ്ഞ് സ്വത്ത ദൈവദാസന്റെ ശാപം നിന്റെ മേൽ കിടക്കും. അതിനാൽ തന്നെ നിന്റെ തന്തതിയിൽ കൂടെ കിട്ടിയ ആളെ അടയാളം വെച്ചോട് ഇരിക്കുകയല്ല. ആയുധം ചെവിയാക്കില്ല. വിഷമിപ്പിച്ചിട്ട് ദൈവദാസനോട് ഒരു ശവം പറയാം. സ്വത്രം മറ്റേ ചെവി കേൾക്കാം. അപ്പൊ പുള്ളി ഈ മറ്റേത് സ്വത്രം സ്വത്രം ദൈവസേന പറയട്ടെ. ഹാലലിയ വടി കൊടുത്ത് ചിലർ അടി വാങ്ങിക്കും. സ്വത്രം പ്രൈസലോട് ഹല്ലേലൂയ. നാം ആവശ്യമില്ലാതെ വിതയ്ക്കരുത്, അത് നമ്മൾ തന്നെ കൊയ്യും. സ്വത്രം പ്രൈസലോട് ഹല്ലേലൂയ. അതുകൊണ്ട് കരയുന്ന ദൈവപൈതല്, പ്രാർത്ഥിക്കുന്ന ദൈവപൈതല്, ദൈവത്തോട് സങ്കടയാതനെ അറിയിക്കുന്ന ദൈവപൈതല്, നിരാശകൾ ഉണ്ടെങ്കിലും പ്രത്യാശയോടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവപൈതല്, നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ സ്തുതിക്കുന്ന ദൈവം വ്യത്യാസപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആർക്ക് വേണ്ടി നീ കരയുന്നു? ആർക്ക് വേണ്ടി നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു? അന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം അന്നയുടെ തീരുമാനത്തിന്മേല് ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ദൈവങ്ങൾക്കൊരു തലമുറയെ കൊടുത്തു. എനിക്ക് നിശ്ചയം അന്നയ്ക്കോ സന്തോഷവും കിട്ടി. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു എന്ന് പറയുമ്പോൾ ആലയത്തിൽ നിലവിളിച്ച ഹന്നയുടെ നിലവിളി ദൈവം കേട്ടു. അവളുടെ തീരുമാനത്തിൽ ദൈവം കൈക്കൊണ്ടു. ആലയം 2 കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്കൊരു തലമുറയെ കൊടുത്തു. അവൾ പറഞ്ഞതുപോലെ തന്നെ ആ തലമുറ എന്ത് ചെയ്യും? ശമൂവേലിനെ ദൈവത്തിന് വേണ്ടി ഹന്ന കൊടുത്തു. ഇന്ന് ചിലര് നേരും ഒരാൺ പുരുഷ സന്താനത്തെ തന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വിടാം. എനിക്കെല്ലാം വേണം മുതലാണ്. അവ പ്രാർത്ഥിക്കും, ഒരു പുരുഷ സന്താനത്തിൽ വേലയ്ക്ക് വിടാം. ഓഹോ, ദൈവം ഒരു പുരുഷ സന്താനം കൊടുക്കും. കർത്താവിനെ കളിപ്പിക്കും. എങ്കിലും കൊടുത്തു കഴിയുമ്പോൾ കൊച്ചു നല്ല പഠിക്കാൻ കുത്തി. ഉടനെ പറയാം നമുക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം. സുവിശേഷ വേലയ്ക്ക് വിടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ചിനെ അവസാനം എഞ്ചിനീയറിംഗിന് വിടും. അത് എഞ്ചിനീയറും ആവൂല, ഡോക്ടറും ആവൂല, നേഴ്സും ആവൂല, അത് കപ്പിത്താനും ആവൂല. അത് സ്വത്രം അത് കപ്പി കിടന്ന് കറങ്ങും അവസാനം. സ്വത്രം സ്വത്രം. ഒരു ചെറുക്കാൻ 30 വയസ്സുള്ള ചെറുക്കാൻ ദുബായിൽ പെടച്ചാ ചത്തത്. പെടച്ച് ചത്ത് ദുബായി കിടന്നു. സുവിശേഷ വേലയ്ക്ക് നേർന്ന് കിട്ടിയതാണ്. എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് അറബിയിലെടുത്ത് ടെക്നിക്കൽ ഇറക്കാൻ പോയി. സ്വത്രം അവിടെ ചെന്ന് ഇഷ്ടംപോലെ പണം വാരി ചേർക്കൻ. സ്വത്രം ഹാലലിയ. കപ്പലിലാ ജോലി, പണം വാരി. പക്ഷേ ഒരു സുപ്രഭാതത്തില് ഹാലലിയ താനെ സ്വത്രം കപ്പലിലോട്ട് വീണ്ടും പണിക്ക് പോകാനായിട്ട് കുളിച്ചൊക്കെ ഒരുങ്ങി വീട്ടിൽ നിന്ന് കോണി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. താഴെ കിടക്കും. സ്വത്രം ഹാലലിയ പ്രൈസലോട്ട്. ആ ലിഫ്റ്റിൽ താഴെ കിടന്ന് പിടച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് പൊട്ടി വായിക്കൂടെ ബ്ലഡ് വന്ന് സ്വന്തം സഭയിലെ ഭാഷ അപ്പുറത്ത് നിൽക്കുക നോക്കിയിട്ട്. സ്വന്തം പ്രൈസലോ ഭാഷ ഉണക്കിടത്ത് വിളിക്കുക. ഭാഷ ഇറങ്ങി വരാൻ പറ്റുന്നില്ല. പ്രൈസലോ ഹല്ലേലൂയ. സ്വോത്രം. ഇവനിവിടെ കിടന്ന് പിടയ്ക്കുക. സ്വോത്രം. ഒടുവിൽ ഭാഷ ഇറങ്ങി വന്ന് ഇൽപ്പ വെള്ളം കൊടുത്തു. ആ ഭാഷ കൈ കിടന്ന് അവൻ മരിച്ചു. സുവിശേഷ വേലയ്ക്ക് ഉള്ളതിനെ എഞ്ചിനീയറിംഗ് പണിക്ക് വിട്ടതാണ്. 30 വയസ്സ് അറ്റാക്ക് വന്ന് അവിടെ കിടന്ന് ചത്തു. സ്വോത്രം. തല്ലിക്കൊല്ലും ദൈവം. ദൈവത്തിന് കൊടുക്കാതെ പറഞ്ഞത് ദൈവത്തിന് കൊടുക്കാതെ ഹല്ലേലൂയ അതെടുത്ത് വെച്ചോടെ നടന്നാൽ തല്ലിക്കൊല്ലും. ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നേർനാൾ എന്ത് ചെയ്യണം? നിവർത്തിച്ചോണം. ആലയത്തിന് ഞാൻ 500 പൗണ്ട് കൊടുക്കും. അടുത്ത വർഷത്തിലാണ് ആലയം വാങ്ങാൻ വേണ്ടി ഞാൻ എത്ര കൊടുക്കും? 500 പൗണ്ട്. എന്ത് കൊടുക്കും? അടുത്ത വർഷത്തിൽ കൊടുക്കും. പ്രവല ഇവിടെ ഇപ്പൊ എഴുതാൻ പോവാ. ഭാഷ എഴുതിക്കൂ, ഞാൻ തന്നേക്കാം. സ്വത്രം കൊടുക്കുകയില്ല. പൈസലോ 500 പൗണ്ടിന് അവസാനം 1500 അല്ല 5000 പൗണ്ട് പോലും തമ്മിലെ ചെലവാക്കി. സ്വത്രം. പൈസലോ ഹല്ലേലൂയ. നിങ്ങളൊരു തീരുമാനമെടുത്ത് നേർന്നാൽ അതെന്ത് ചെയ്തോളണം? നിവർത്തിച്ചു കൊള്ളണം. അന്നയുടെ തീരുമാനത്തെ നിവർത്തിച്ചു. ദൈവത്തിന് വേലയ്ക്കായി ശമൂവേലിനെ വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിലവിളിയുടെ മറുപടി കർത്താവ് കൊടുത്തപ്പോൾ മാത്രമല്ല, അവൾക്ക് ആ മറുപടി മേലെ തലമുറയെ കിട്ടിയത് മാത്രമല്ല, അവൾ അത് ദൈവത്തിന് കൊടുക്കാനും തയ്യാറായി. സ്വത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടാൽ കർത്താവേ
ഞാൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്യാമെന്നൊക്കെ നീ പറഞ്ഞാൽ നീ അതൊക്കെ ചെയ്യണം. ഭർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെടാൻ വേണ്ടി നേർച്ച നേരരുത്. സ്വോത്രം. ഹല്ലേലൂയ. ചില സഹോദരിമാര് ഭർത്താവ് രക്ഷിക്കപ്പെടാൻ വേണ്ടി നേർച്ച തരും. സ്വോത്ര. കർത്താവേ ഹല്ലേലൂയ, എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടാൽ ഞാൻ സഭയായിട്ട് എല്ലാവരെയും വരുത്തി 3 ദിവസം അല്ല സ്വോത്രം പ്രൈസ് ദി ലോർഡ് ഭക്ഷണ പ്രാർത്ഥന വയ്ക്കും. സ്വോത്രം പ്രൈസ് ദി ലോർഡ്. ചില തീരുമാനങ്ങളൊക്കെയാണ് ഭക്ഷണ പ്രാർത്ഥന 3 ദിവസം. സഹോദരന്മാർക്ക് വലിയ സന്തോഷം. ലീവ് കൊടുത്ത് പോവുക. ഇതിലാണ് സ്വോത്രം പ്രാർത്ഥനയ്ക്ക് നല്ല ഭക്ഷണം കിട്ടും. സഹോദരൻ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണ പ്രാർത്ഥനയ്ക്ക് പോകും. അതാണ് നേർച്ച. ഇല്ല സ്വോത്രം. ദൈവസന്നിധിയിൽ ഭർത്താവിനെ രക്ഷിക്കപ്പെടാൻ വേണ്ടി നേർച്ച നേരണ്ട. കർത്താവിനോട് പ്രാർത്ഥിച്ചോണ്ടാ മതി. ഭർത്താവ് അങ്ങ് രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനം സഹോദരിയും കാലും ആത്മീയനായിരിക്കും. ആര്? സഹോദരൻ വിശ്വാസം വരുമ്പോൾ സഹോദരി പുറകോട്ട്. ചിലരുടെ നേരം തിരിച്ച് അച്ചായൻ വിശ്വാസം വരും, പെണ്ണുമ്പിള്ള വിശ്വാസത്തില്ല. അച്ചായ യോഗം വഴി ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള കഥ തുറക്കും. സ്വന്തം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടി തുറക്കടി ആ തുറക്കുന്നു. തുള്ളാനും ചാടാനും പോയിട്ട് വന്നിരിക്കുന്നു. സ്വന്തം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിടത്ത് നേരം തിരിച്ച സ്വോത്രം. എന്നാൽ അങ്ങനെയുള്ളതിലേക്ക് ദൈവം തൂക്കിയെടുത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, കർത്താവിനോട് ഇടയ്ക്ക് തിരിച്ചിട്ട് ഞാൻ ലജ്ജിതനായോ നിന്ദിതനായോ എന്ന് ചിന്തിക്കരുത്. ദൈവത്തിനെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിന് വേണ്ടിയാ. ദൈവത്തിന് ഫലം കായ്ക്കാനാ. ദൈവത്തിന് ഫലം കായ്ക്കേണ്ട സ്ഥാനത്ത് ആരും ലോകത്തിന്റെ മനുഷ്യനെ പറയാൻ നടക്കരുത്. ലോക മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ നടക്കരുത്. ലോക മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ നടക്കരുത്. കഴിഞ്ഞ നാളിന്റെ ജീവിതത്തിൽ ലോക മനുഷ്യനെ നീ പ്രീതിപ്പെടുത്തി കൊടുക്കും. ഇപ്പോഴോ ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ദൈവത്തിനെ കൊണ്ടുവന്നു. സ്വോത്രം. വലത്തിലവരുടെ കയറി നിന്നെ ദൈവം മടക്കി കൊണ്ടുവന്നു. സ്വോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കൊണ്ട് പ്രയോജനമാണ് എടുക്കാൻ ദൈവത്തിന് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്ത് ചെയ്യരുത്? മനുഷ്യന് കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുത്തു. കർത്താവിനെ പാലിക്കാറുണ്ട്. കഴിഞ്ഞ നാളിൽ മനുഷ്യന് കൊടുത്തു. തിരുവേലി, അച്ഛൻ, കുഴുവേലി, ആ വേലി, ഈ വേലി. സ്വോത്രം. ഹല്ലേലൂയ. പുണ്യാളത്ത് അറിയാമ ദേവയാമ സ്വോത്രം. ഹല്ലേലൂയ. എല്ലാത്തിനും വെള്ളി കത്തിച്ചു. അതിനെല്ലാം മുമ്പിൽ കിടന്ന് കുമ്പിട്ടു. അതിനെല്ലാം നമസ്കരിച്ചു. അതിനെല്ലാം മഹത്വം കൊടുത്തു. അച്ഛന്റെ കുരിശുകുത്തി, കൈകുത്തി. ഹല്ലേലൂയ. തിരുവേലിയുടെ നെറ്റികുത്തി. സ്വോത്രം. ഇപ്പൊ നിന്നെ മുത്താൻ വിളിച്ച യേശുവിന്റെ നെറ്റിയാണ്. യേശുവിന്റെ പാദങ്ങളെ മുത്താൻ വിളിച്ചത്. ഇത്രയും ആളുകൾ മനുഷ്യരുടെ കൈ കുത്തി കാലും കുത്തി നടക്കും. സ്വോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഇവരുടെ ആരെ കാലും കുത്താനുമല്ല, കർത്താവിന്റെ പാദങ്ങളിൽ നിന്നുകൊണ്ട് അവന്റെ കാൽപാദങ്ങളെ മുന്നോട്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ വിളിച്ചത്. ആ വിളിച്ച വിളിയുടെ ആഴം മനസ്സിലാക്കി ദൈവസേന നിന്നുകൊള്ളണം. ആകയാൽ വിളിച്ച കർത്താവിന്റെ ദാസനെ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അയച്ചേട്ട 1:29 അതിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജക പുരോഹിത വർഗം, വിശുദ്ധ വംശം സ്വന്തം ജനമാക്കിയിരിക്കുന്നു. വളരെ വായിച്ചാട്ടെ. സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളോ എവിടെ കിടന്ന അന്ധകാരത്തിൽ അറിവില്ലായ്മ വചനത്തിന്റെ സത്യങ്ങളെ അറിയാതെ ഇരുട്ടിൽ കിടന്നു, പിശാചിന്റെ പിടിയിൽ കിടന്നു. ആ പിടിയിൽ നിന്ന് വെളിച്ചം തന്നവന്റെ വെളിച്ചം പ്രാപിച്ചവര് ആ വെളിച്ചം തന്ന ഉടമസ്ഥന്റെ സത്യഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം നാം ആരൊക്കെയായിരുന്നു വായിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് കർത്താവ് വിളിക്കപ്പെട്ട അനേകം തിരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കം. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ലോകത്തിൽ. എല്ലാവരും അച്ഛൻ കുഞ്ഞെന്നും അവറാച്ചനെന്നും കറിയാച്ചനെന്നും ഒക്കെ പേര് കൊണ്ടെല്ലാം ക്രിസ്ത്യാനിയാണ്. തെരഞ്ഞെടുപ്പില്ലാത്തവരൊന്നും അങ്ങോട്ട് കയറത്തില്ല. വിളി മാത്രം പോലെ വിളിയുണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പ് വേണം. സ്വന്തം കേരള നിയമസഭയിൽ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കും. എല്ലാവരും പറയും ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാമേന്ദ്രൻ നായരും കശൂർ തരൂരിലുള്ള മത്സരിച്ചപ്പോൾ 2 പറഞ്ഞു ഞാൻ ജയിക്കും. മറ്റവരും പറഞ്ഞു ഞാനും ജയിക്കും. ഒരു വോട്ട് കിട്ടിയ സ്വതന്ത്രം പറഞ്ഞു ഞാനും ജയിക്കും. ഒരുത്തരും തോക്കുമെന്ന് പറയത്തില്ല. എല്ലാവരും വിളിച്ചവല്ല, എല്ലാവരും സ്ഥാനാർത്ഥികളും. അവസാന റിസൾട്ട് വന്നപ്പോ എല്ലാം തോറ്റു തൊപ്പിയിട്ട് ഒരുത്തം മാത്രം ജയിച്ചു. സ്വതന്ത്രം. അവനാണ് പാർലമെന്റിൽ പോയത്. അപ്പൊ ക്രിസ്തുവിന്റെ പാർലമെന്റിൽ പോകാൻ എല്ലാവരും പറയും ഞങ്ങളും പോവും. നിങ്ങൾ മാത്രമല്ല ഞങ്ങളും പോവും. എവിടെയാന്ന് പറയത്തില്ല. സ്വതന്ത്രം. അറിയാൻ പോകും. സ്വതന്ത്രം. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം. ഞങ്ങളും പോവും എന്ന് പറഞ്ഞ് വിളിയുണ്ട്. തെരഞ്ഞെടുപ്പില്ലാത്തതെല്ലാം പോകുന്ന പാതാളത്തിലോട്ടും വിളിയും തെരഞ്ഞെടുപ്പുള്ളവ പോകുന്നത് യേശുവിന്റെ പാർലമെന്റിലോട്ടും. സ്വതന്ത്രം.
ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ കൂട്ടായ്മ ആചരിച്ച് ഉപദേശം കേട്ട് അപ്പം കൊടുക്കാൻ കർത്തൃമേശയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥന കഴിച്ചു പോരുന്ന ഒരു ദൈവവൈതല്ലേ ആ 7 ഉപദേശങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവവൈതലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമായി അവൻ മുദ്രയിട്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അർഹത നേടിയവർക്ക് അവന്റെ രാജ്യത്തിന്റെ അവകാശിയാകാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ലപ്പോഴും കയറി വരുന്നവരല്ല. ചിലരുണ്ട് വല്ലപ്പോഴിക്കാൻ വരും. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ ഉണ്ട് നോഗയുടെ പെട്ടകത്തിൽ ഒരു മലങ്കാക്കത്തെ വെള്ളം പറ്റിയെന്ന് അത് ചില കൂടെ ഓടും, കൂടെ കയറും. അത് പെട്ടെന്ന് കയറും. പേര് പെട്ടില്ലേ പറഞ്ഞ കൊണ്ട് കാണിക്കുന്ന ആൾക്ക്. ഇങ്ങനെയുള്ള മലങ്കാക്കകളാകരുത്. ദൈവം വിളിച്ച് വേദനിച്ചാൽ കൃത്യമായി ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് വന്നു. ചിലർ വരത്തില്ല, വല്ലപ്പോഴിക്കാൻ നില കാണിച്ച് പറഞ്ഞു. സ്വോത്രം. അല്ലെങ്കിൽ അങ്ങനെ ആകരുത്. വല്ലപ്പോഴിക്കാൻ വരുന്നവരാകരുത്. ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കരുത്. അവിടെ വചനത്തിൽ വായിക്കുന്നു, സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. പ്രാലയത്തിൽ വായിക്കുന്നുണ്ട്, സഭായോഗം കർത്താവായ ദൈവത്തെ വാഴ്ത്തുന്ന ദിവസം. മനുഷ്യന് 7 ദിവസം ദൈവം തന്നു. 6 ദിവസം അധ്വാനിക്കാം, 1 ദിവസം ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. അത് 1 ദിവസം പോലും കൊടുക്കുന്നില്ല. 2.5 മണിക്കൂറോ 3 മണിക്കൂറോ കുത്തിപ്പോയാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ വാച്ച് നോക്കി കാലെ കടിച്ച് പിന്നെ അവിടെ നിരകും. പറഞ്ഞു വിട്ടില്ലെങ്കിൽ സ്വത്രം. നിരക്ക് വലിയ പ്രയാസമാണ്. യോഗ സമയത്തിന് പിരിച്ചില്ലെങ്കിൽ അവർക്ക് അങ്ങ് ദേഷ്യമാണ്. സ്വത്രം. ഹല്ലേലൂയ. ദിവസം പറയട്ടെ, 1 ദിവസം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിനുള്ളവര് ദൈവത്തിന് മഹത്വം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്വത്രം. സ്വത്രം. യെശയ്യാപ്രവാചന പുസ്തകം 38-ാം അധ്യായം അതിന്റെ 2 വട്ടം വായിച്ചോട്ടെ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്വത്രം. യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യേശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു സൂക്ഷിക്കും. ഇവിടെ കരയുന്ന നിലവിളിക്കുന്ന ആരാ? ഹിസ്കിയാ രാജാ. യഹൂദയുടെ സുവർണകാലം എന്നറിയപ്പെടുന്ന രാജാവാണ് ഹിസ്കിയാവ്. യഹൂദ രാജ്യത്ത് വിഗ്രഹാരാധന കൊണ്ട് നടന്നപ്പോൾ ഹിസ്കിയാവ് അധികാരത്തിൽ വന്നതിന് ശേഷം വിഗ്രഹങ്ങളെ മുഴുവനും തല്ലി ഉടച്ച് ദൈവത്തിന്റെ നഗരമാക്കി ഇസ്രായേലിനെ യെരൂശലേമിനെ പണിഞ്ഞ ഒരു രാജാവാണ് ഹിസ്കിയാവ്. അതുകൊണ്ട് ഹിസ്കിയാവിന് കിട്ടിയിരിക്കുന്ന പേര് യഹൂദയുടെ സുവർണകാലരാമായ രാജാവ്. സ്വന്തം. ഈ ഭരണകർത്താവ് രാജ്യം വിശുദ്ധമാക്കി ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട് പ്രവാചകനെ ദൈവം അയച്ചു. എന്തിനാ പറഞ്ഞത്? അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. സ്വന്തം. കണ്ടോ, ഹിസ്കിയാവിന് രോഗം കയറി പിടിച്ചു. ആ സന്ദർഭത്തിൽ താണ്ടെ പ്രവാചകൻ വന്ന് പറയുകയാണ്, നീ തട്ടിപ്പോകാൻ പോവുക, നിന്റെ രോഗമൊന്നും സൗഖ്യമാകുന്നില്ല. അതുകൊണ്ട് വല്ല ആക്കുകളൊക്കെ എഴുതി കൊടുക്കാറുണ്ടെങ്കിൽ എഴുതി കൊടുത്തിട്ട് ഗ്രഹകാര്യങ്ങളെ ക്രമത്തിലാക്കിക്കോ, വിസയും പാസ്പോർട്ടും റെഡിയായി പോകാൻ. ഇവിടെ ഒരു സുന്ദരനും സൗന്ദര്യനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ മുഖത്ത് നോക്കി പറയാം, ചത്തുപോകും, തട്ടിപ്പോകാന്ന് പറഞ്ഞാൽ അവന്റെ ഹാർട്ട് അറ്റാക്ക് അപ്പോൾ തന്നെ വരും അല്ലേ? സ്വോത്രം. ഒരു ആരോഗ്യവനായ മനുഷ്യനോട് ഒന്ന് പറയുക, അവന് രോഗം പിടിച്ചു, കാര്യം ശരി, പക്ഷെ കാര്യമൊക്കെ റെഡിയായിക്കോ, നിന്റെ ആഫീസ് കൂട്ടാൻ പോവാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേൾക്കുന്നവൻ പ്രവാചകനെ ഓടിക്കാൻ നോക്കും അല്ലേ? ഹാലനെ ഏകന്തോ വട്ടു പിടിച്ചാന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് അയച്ചിരിക്കുന്ന ആരെയും അറിയാം. സ്വതന്ത്രം. വിത്തിരിച്ചിട്ടുള്ള മൈനർ പ്രോഫിറ്റിനെ അയച്ചത് പിന്നെ ആരെയാണ്? ഒരു മേജർ പ്രോഫിറ്റിനെ അയച്ചിരിക്കുന്നത്. ഈ വേദോസത്തിൽ ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്ന പ്രവാചകൻ. സ്വോത്രം. യെശയ്യാവ് എന്ന് പറയുന്നത്, നീ ലീഡറായി, നിന്റെ കാര്യം പോക്ക, മേളിൽ നിന്റെ ആഫീസ് ഇപ്പൊ കൂട്ടിക്കും. സ്വോത്രം. അതുകൊണ്ട് പ്രൈസറെ വേഗം റെഡി ആയിക്കോളാൻ. സ്വോത്രം. ഹിസ്കിയാവ് ഞെട്ടിപ്പോയി. വേണമെങ്കിൽ ഹിസ്കിയാവിന് അധികാരിയാ, സൈന്യത്തിനോട് പറയാം, ഈ പ്രവാചകൻ ഇപ്പോൾ ജയിലിടണം. സ്വോത്രം.
ജയിലിട്ട് പ്രവാചകനുണ്ട് വേദവസ്തുണ്ട്. ശമര്യ രാജാവിനോട് മീഖായാവ് പ്രവാചകൻ പറഞ്ഞു, നീ എന്ത് ചെയ്യും? യുദ്ധത്തില് തോറ്റുപോകും, നീ മരിക്കും നിശ്ചയം, നീ മടങ്ങി വരികയില്ല. എടാ 500 പ്രവാചകന്മാർ പറഞ്ഞിരിക്കുക ഞാൻ ജയിക്കുമെന്ന്. ഇവൻ മാത്രം എനിക്ക് ദോഷമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് സൈന്യത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോയിട്ട് വരുന്നവരെ അവൻ ജയിലിൽ കിടക്കട്ടെ, പോയി പിടിച്ചാകണം. സ്വതന്ത്രം മീഖായാവിനെ പിടിച്ച് ജയിലിലിട്ടു. യുദ്ധത്തിന് പോയ രാജാവ് തിരിച്ചു വന്നോ? ഇല്ല. വേഷം മാറി അവൻ പ്രവചനത്തെ തുച്ഛീകരിക്കാൻ, പ്രവചനത്തെ അണ്ണിക്കാൻ വേണ്ടി അവൻ ശത്രുക്കളുടെ മുമ്പിൽ താൻ ആരെന്നറിയാതെ വേഷം മാറി യുദ്ധം ചെയ്തിട്ടും ശത്രു അവനെ എന്ത് ചെയ്തു? കൊന്നു. രാജൻ ജയിലിൽ പോയി സന്തോഷമാണ്. മീഖായാവ് സന്തോഷം, ഞാൻ അങ്ങോട്ട് പൊക്കോണം, പക്ഷേ നീ വരുന്നില്ല. സ്വന്തം ഹല്ലേലൂയ. ഇവിടെ യെശയ്യാ പറയുക, നിന്റെ കാര്യം തീരാറായി, റെഡി ആയിക്കൊള്ളാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയട്ടെ, ഇന്ന് ഇങ്ങനെ യെശയ്യാവിന്റെ സ്ഥാനത്ത് ദൈവം അയച്ചിട്ട് വരുന്ന ഒരു ദേവദാസൻ ഒരു വ്യക്തിയോട് ദൂത് പറഞ്ഞാൽ മിക്കവാറും ആരും പിറ്റേ ദിവസം ശുശ്രൂഷിക്കത്തില്ല. അയ്യോ, ഭാഷയോട് ചോദിക്കുന്നത് എവിടെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങളെ കൊല്ലിക്കാൻ വെട്ടി ജലഭാഷമെന്ന് പറയും, ഇവിടെ 5 വെട്ടി കാണുമെന്ന് പറഞ്ഞു. അതുപോലെ സ്വോത്രം. ഹല്ലേലൂയ. ഒരു പുള്ളിയെ രാഖിരാമാനാണ് ദുബൈന്ന് വണ്ടി കയറ്റി വിട്ടതെല്ലാവരും. സ്വോത്രം. പുള്ളി ജലതെല്ലാം വെട്ടിയാ കാണുന്നത്. 5 അച്ചാന്മാർ അബുദാബി ചെന്നിട്ട് 5 അച്ചാന്മാർ പറഞ്ഞു 5 പെട്ടി കാണണം. 5 എണ്ണം ഞെട്ടിപ്പോയി. സ്വോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ പിടികൂടി. അവസാനം ഈ പുള്ളി പോയിട്ടെല്ലാം പെട്ടിയാ കണ്ടത്. സ്വോത്രം. എല്ലാവരുടെ പിടികൂടി രാത്രി പുള്ളിയെ കയറ്റി വിട്ടു. സ്വോത്രം. അങ്ങനെയുള്ള പെട്ടി പ്രവാചകന്മാരും ഉണ്ട് കേട്ടോ. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാലേ ദൈവം കൊടുക്കുന്ന ദൂത് വെള്ളം ചേർക്കാതെ പറയുന്നവനെ ആ ദൈവത്തിന് വേണം. സ്തോത്രം. ദൈവം അച്ചായൻ്റെ അങ്ങനെയുള്ള ദൂത് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അച്ചാൻ ഇച്ചിരി വീഡിയോ വഴി ഇടയ്ക്കിടയ്ക്ക് ക്രിസ്തുമസിൽ ക്രിസ്തുവിനെ അങ്ങ് മിസ്സാക്കും. സ്വോത്രം. ന്യൂ ഇയർ ബിയർ ആകും. സ്വോത്രം. ഹല്ലേലൂയ. ആ പരിപാടിയേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ചില ക്രിസ്തുമസ് വരുമ്പോഴാണ് ക്രിസ്തുവിനെ മിസ്സാക്കുന്നതും ന്യൂ ഇയർ വരെ ബിയർ ആകുന്നതും. സ്വോത്രം. ഹല്ലേലൂയ. അയ്യോ അച്ചാ വെളിപ്പെട്ടു, അച്ചായനെ കുടിക്കല്ലേ എന്ന് പ്രവാചകൻ തടയിൽ. നല്ല അച്ചാന, ഇതുപോലെ അച്ചാനെ കിട്ടാനില്ല. നീ സഭയിലെ വിശുദ്ധനാണ്, നീ സഭയിലെ ശ്രേഷ്ഠനാണ്. അച്ചാൻ അച്ചാന് ജഡം പൊങ്ങയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ചാന് ഭയങ്കര ഇഷ്ടം. പാഷയെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം. എന്തിനാ? 50 പൗണ്ട് തരാൻ. സ്വോത്രം. ഹല്ലേലൂയ. എനിക്ക് നല്ല ദൂത് പറഞ്ഞു. സ്വോത്രം. അച്ചായ പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസിനും ന്യൂ ഇയറിനും ക്രിസ്തുവിനെ മിസ്സാക്കാതെയും ന്യൂ ഇയർ ബിയർ ആകാതെയും ഇരിക്കാൻ എന്റെ ആത്മാവ് കൽപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ സ്വോത്രം. അച്ഛൻ പറഞ്ഞ് എല്ലാവരും കേൾക്കെ, എന്നെ നാണിച്ചു കളഞ്ഞു, എനിക്ക് നാറ്റമായി പോയി. എല്ലാവരും കേട്ടു. എന്തിനാ കേൾപ്പിച്ചത്? സ്വോത്രം. രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ടു. ദൈവകൃപ വന്നിട്ടും കള്ളുകൂടി വളർത്തില്ല, പുകവലിയും മാറത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വായിക്കകത്ത് വെള്ളക്കുറ്റി ഇടിച്ചു കയറ്റി മൂക്കിൽ കൂടെ പുക വിടും, വായു കൂടെ വിടത്തില്ല. സ്വോത്രം പറയുമ്പോൾ നാരാജിക്കാൻ ഭയങ്കര എടുക്കാനായിരുന്നു. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ സ്വോത്രം. അച്ഛൻ പറയാം ഹല്ലേലൂയ. എല്ലാവരും കേൾക്കെ. അപ്പൊ ഭാഷ പറഞ്ഞ് എല്ലാവരും കേൾക്കാൻ വെളിപ്പെടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. ദൈവത്തിനെ പറയട്ടെ. അപ്പൊ ചിലരെ രഹസ്യങ്ങളെ ദൈവം പരസ്യബോധമാണ്. അത് വെളിപ്പെട്ടാൽ പറയാതെ അത് പടക്കി പ്രഭാതം പറഞ്ഞു വെച്ചോണ്ട് അച്ചാനെ തടവി അച്ചാന്റെ കാര്യമായി കൊണ്ട് പോയാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ പ്രവാചകനും ഫ്ലൈറ്റും കൂടെ അതിനോടുകൂടെ ഉള്ളതെല്ലാം കൂടെ താഴെ കടലോടൊരു പോക്ക് പോകും. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലരൊക്കെ എന്നോട് പറയണ്ട, ഭാഷ ഇച്ചിരി കട്ടി കുറയ്ക്കണേ. ഞാൻ പറയും കട്ടി കുറച്ചാല് അവിടുന്ന് എനിക്ക് തല്ല് കിട്ടും. സ്വോത്രം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കിട്ടുന്നത് വച്ച് താക്കി തരും. വേണമെങ്കിൽ ഏറ്റെടുത്തോ, അല്ലെങ്കിൽ നിനക്ക് കത്തി വരും മേടിക്കുന്നു. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദിവസം പറയട്ടെ, ചിലരെ വിളിച്ചു കയറ്റി ആദ്യം ചോറും തന്ന് പൈസയും തന്ന് തല്ലും മാറ്റും. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. അങ്ങനെയുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാഷ വരണം, വന്നേ പറ്റുള്ളൂ പറഞ്ഞ് ആ പാട്ട് തന്നെ കൊണ്ടുവരണം. അപ്പൊ ഭാഷയ്ക്ക് ആ പാട്ട് തന്നെ കൊണ്ടുവരണം, ആ പാട്ട് തന്നെ എനിക്ക് വേണം. ശരി എന്നാ പിടിച്ചോ. സ്വോത്രം. കൊണ്ടുവന്ന് വൃത്തിയാക്കി കിട്ടി, ഇനി വിളിക്കത്തില്ല. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. ദൈവത്തിന് പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്റെ കുറവുകൾ വിളിച്ചു പറയുന്നത്. സ്വോത്രം. നിനക്കൊരു അനർത്ഥം വരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചാൽ അത് ഏറ്റെടുത്ത് ദൈവത്തിന് പ്രാർത്ഥിച്ചു. സ്വോത്രം. നാട്ടില് അസംബ്ലി സഭകളില് നല്ല മിലിറ്ററി പോയ ഒരു പുള്ളിയെ ദൈവം പിടിച്ച് ഒരു പാസ്റ്റാക്കി. കണ്ടാ പുള്ളിയെ കണ്ടാൽ ഇങ്ങനെ നല്ല പൊക്കം. പാസ്റ്റർ ഈ ജോണെന്ന് പറയും.
നല്ല തടി കടത്ത കല സ്വർണം പോലെ തോറ്റുന്ന കലയാ പുള്ളിയെ കണ്ടാൽ. സ്വതന്ത്രം ഈ പുള്ളി എന്നെ പല അദ്ദേഹത്തിന്റെ ചർച്ചകളെല്ലാം മീറ്റിംഗ് വിളിക്കുമായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവ് ഇതുപോലെ പറഞ്ഞു, വേഗത്തിൽ നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. സ്വതന്ത്രം നിനക്ക് ഹാലലിയ പോകാൻ സമയമായതുകൊണ്ട് ഉള്ള മുഖം അങ്ങ് വാടി. സ്വതന്ത്രം എന്നെ കൊണ്ടൊന്ന് വണ്ടി കയറ്റി വിട്ടാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ വിളിക്കത്തില്ല. സ്വതന്ത്രം ഞാൻ പറഞ്ഞു സന്തോഷം, പ്രൈസലോ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. സ്വതന്ത്രം പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോ പുള്ളിയുടെ കിഡ്നി അങ്ങ് തകർന്നു. കിഡ്നി ട്രബിളായി. വളരെ പുള്ളി എന്നെ വിളിച്ചു, പക്ഷേ എന്റെ കിഡ്നിക്ക് പ്രയാസമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ ശരി പ്രാർത്ഥിക്കണം. ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു വീട്ടിൽ വരണം. വീട്ടിൽ പോകാൻ ഞാൻ റെഡിയായപ്പോൾ എന്റെ ദൈവാത്മ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നിയോഗമില്ല എന്നുള്ളത്. ഞാൻ പോയില്ല. സ്വതന്ത്രം പുള്ളി വൈകുന്നേരം വീണ്ടും വിളിച്ചു, പറഞ്ഞു കളിപ്പിക്കുന്ന സ്വഭാവമുണ്ടോ? ഞാൻ പറഞ്ഞത് കർത്താവ് എന്നെ അങ്ങോട്ട് അയക്കാൻ ദൈവത്തിന് നിയോഗമില്ല. സ്വതന്ത്രം അത് ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു വേറെ പ്രവാചകന്മാരുണ്ടോ ഞാൻ നോക്കട്ടെ. സ്വതന്ത്രം പുള്ളി ഫോണാണ് അടിച്ച് താഴെ വെച്ചു. ഫോൺ എടുത്ത് ഒരു ഇടിയാക്കി. സ്വതന്ത്രം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വതന്ത്രം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മഞ്ഞപ്പിത്തം കയറിയത് പിടിച്ചു. കിഡ്നി തകർന്ന് മഞ്ഞപ്പിത്തം പിടിച്ച രക്ഷയില്ല. എല്ലാ ഹോസ്പിറ്റലിലും കൈവിട്ടു. വെല്ലൂർ പോകാൻ സമയപ്പോൾ വീണ്ടും എന്നെ അദ്ദേഹം വിളിച്ചു. സ്വതന്ത്രം ഒന്ന് വരണം, എൻ്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പോകരുത്. സ്വതന്ത്രം ഞാൻ പോയില്ല. ചിലടത്ത് എന്നെ വിളിച്ചാൽ പോകത്തില്ല. സ്വതന്ത്രം വെല്ലൂർ പോയി. അവിടെ വെച്ച് കൂടി ജീവശ്വാസം വലിച്ചു. ഇന്നും ആരോഗ്യവാനായി ജീവിച്ചിരുന്നു ശുശ്രൂഷയുടെ മനുഷ്യനും. പക്ഷേ ദൈവത്തിന് ചിലരെ ശുശ്രൂഷ ചെയ്തെന്ന് കണ്ടാൽ അവരെ വേഗത്തിൽ വിളി. അത് ചെറുപ്പമൊന്നുമില്ല, വലുതൊന്നുമില്ല, പ്രായമൊന്നുമില്ല. ചിലരെ ജീവിതം ഇവിടെ തീർന്നെങ്കിൽ അവരെ വേഗത്തിൽ വിളിച്ചു. അത് ദൈവത്തിന് നീതിയാണ്. പക്ഷേ അത് പറയുമ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇസ്കാവ് കണ്ടോ, ദൂതം കൊണ്ട് കേട്ടപ്പം തലയിൽ കിരീടം ഒരു താഴെ വെച്ചിട്ട് ഓടി അവൻ പ്രാർത്ഥനാ മുറിയിൽ പോയി. തന്റെ മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് ദൈവത്തോട് അവൻ നിലവിളിച്ചു, കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഇവിടുന്ന് വിളിക്കാൻ പോകുന്നത്? അവൻ അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. സ്വോത്രം. എന്തുകൊണ്ട്? ഹിസ്കിയാവിന് ദൂത് വന്നു. ചിലർ ചിന്തിക്കും ദൈവത്തിന് വേണ്ടി പ്രസാദമുള്ള ശുശ്രൂഷ ചെയ്ത ഹിസ്കിയാവിന് എന്തുകൊണ്ട് ഈ പ്രവൃത്തി വന്നു? ഹിസ്കിയാവ് ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ആളാ. പക്ഷേ കുറച്ച് തന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു, നിന്റെ ഹൃദയം കൊണ്ട് ഞാൻ അടുപ്പോൾ വരുന്നോ അതോ നിന്റെ ജഡവും ഹൃദയം കൊണ്ട് ഞാൻ പൊക്കണോ? സ്വോത്രം. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവ് പറഞ്ഞു, എന്റെ ഹൃദയത്തിലെ പാപചിന്തകൾ വന്നു, ഞാൻ നിന്നെ അകന്നുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്തു വന്നപ്പോൾ രണ്ടാമത് പ്രവാചകൻ വന്ന് പറയുകയാണ്, നീ മരിക്കുകയില്ല, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുകയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് ഈ പട്ടണത്തെ ദൈവം വിടുവിച്ച് നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവന്റെ ആയുസ് കൂട്ടുക മാത്രമല്ല, അവനൊരു പ്രമോഷൻ കൂടെ കൊടുത്തു. ശത്രു കൈയടക്കി വെച്ചിരുന്നതായ ആ പട്ടണം കൂടെ മടക്കി കൊടുക്കാൻ ദൈവം ഹിസ്കിയാവിന്റെ നിലവിളി മുമ്പിൽ തയ്യാറാകുവാനിടയായി. അതുകൊണ്ട് 21 ദിവസത്തിന് കമന്നു വീട് നിലവിളിക്കുന്ന ദൈവസഭയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് കേട്ട് 7 വയസ്സായ കുഞ്ഞുവരെ ഉപവസിക്കാൻ ഇസ്രായേൽ മക്കളും കന്നുകാലികളും കുഞ്ഞുകുട്ടി ആവാനവൃദ്ധം ദൈവസന്നിധിയിൽ ഉപവസിച്ചപ്പോൾ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ ദൈവം വിടുവിക്കുവാനിടയായി. അതുകൊണ്ട് ദൈവസഭ കുഞ്ഞുകുട്ടി ആവാനവൃദ്ധം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് നിലവിളിക്കുന്നത് കൊണ്ട് ഇവിടെ വലിയൊരു പെരുമഴ